കൃഷ്ണാവതാര ലീലകളെയും കൃഷ്ണാവതാര തത്വത്തെയും ചർച്ച ചെയ്തിരുന്നു. തുടർന്ന് ഭഗവാന്റെ ബാലലീലകൾ ആരംഭിക്കുന്ന ഭാഗമാണ്. ഇവിടെ നമുക്കറിയാം, ഭാഗവതത്തിൻ്റെ ഒരു അന്തരംഗ രഹസ്യം എന്ന നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ ഭാഗവതം 12 സ്കന്ധങ്ങളിലായുള്ള ഒരു പുരാണമാണ്. ഈ 12 സ്കന്ധങ്ങളിൽ 9 സ്കന്ധങ്ങളിലും നേരിട്ട് ഭഗവാന്റെ അവതാരത്തെയോ ലീലകളെയോ വ്യാസൻ പറയാൻ ശ്രമിച്ചിട്ടില്ല. 10ാമത്തെ സ്കന്ധത്തിലൂടെയാണ് ആരുടെ ചരിതം വരുന്നത്? ഭഗവാന്റെ ചരിതത്തെ കടത്തിക്കൊണ്ട് വരുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഭാഗവതം രചിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രീകൃഷ്ണ ചരിതം വർണ്ണിക്കാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ നാരദ മഹർഷി വ്യാസനെ കണ്ടുമുട്ടുമ്പോൾ വ്യാസൻ്റെ മനസ്സിൻ്റെ ദുഃഖത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് അങ്ങയ്ക്കൊരു പൂർണ്ണ സംതൃപ്തി ഇല്ലാത്തതെന്ന് ചോദിച്ച് ആ സമയത്ത് അതിൻ്റെ കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, അങ്ങ് വേണ്ടും വണ്ണം ഭക്തിരസപ്രദമായി ഭഗവാൻ കൃഷ്ണചരിതം രചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ചരിതം രചിക്കുക എന്ന ഉദ്ദേശമാണ് ആർക്കുള്ളത്? വ്യാസന് ഉള്ളത്. അതാണ് ഭാഗവതത്തിലൂടെ നിർണയിക്കപ്പെടുന്നത്. അപ്രകാരം ഭാഗവതത്തിലൂടെ ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കുക എന്ന ദൗത്യമാണ് വ്യാസൻ ഏറ്റെടുക്കുന്നത്. ഇവിടെ 9 സ്കന്ധങ്ങളിലായി ഭഗവാനെ സ്വീകരിക്കാൻ പര്യാപ്തമായ നിലയിൽ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കുകയാണ് ആര് ചെയ്തത്? വ്യാസൻ ചെയ്തത്. ഇവിടെ ഭാഗവതത്തിൽ നമ്മളൊരു കൃഷ്ണനെ കാണുന്നുണ്ട്, അല്ലേ? ഭാഗവതത്തിലൊരു കൃഷ്ണനെ കാണുന്നുണ്ട്. ഇവിടെ ഒരു അർത്ഥതലത്തിൽ ചിന്തിച്ചാൽ, ഒരു വിശേഷണം കൊടുത്തു പറഞ്ഞാൽ, ദേവകീ കൃഷ്ണനും ഭാഗവത കൃഷ്ണനെയും രണ്ടായി കാണാൻ ഭാഗവതം നമ്മളെ പ്രേരിപ്പിക്കും. ദേവകിയുടെ പുത്രനാണ് കൃഷ്ണനെങ്കിലും ദേവകീ പുത്രൻ്റെ മുഴുവൻ ചരിതവും ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ പോയതും തേര് തെളിച്ചതും ഭഗവത്ഗീത ഉപദേശിച്ചതൊന്നും എവിടെയില്ല? ഭാഗവതത്തിൽ ഇല്ല. അപ്പം ഭഗവാൻ കൃഷ്ണനെ തന്നെ സെലക്ട് ചെയ്ത കഥകളാണ് എവിടെ പറഞ്ഞിട്ടുള്ളത്? ഭാഗവതത്തിൽ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് സെലക്ട് ചെയ്തത്? അതായത് ആസന്ന മൃത്യുവിലേക്ക് എത്തുന്ന ഒരു മനുഷ്യനെ ആ മരണഭയത്തിൽ നിന്ന് മുക്തനാക്കുവാൻ, ജീവൻ മുക്തനാക്കാൻ ഏത് ജ്ഞാനമാണോ വരേണ്ടത് ആ ജ്ഞാനത്തിന് പകരാൻ ഉതകുന്ന കഥകൾ മാത്രം, അല്ലേ? പരീക്ഷിത്ത് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായുള്ള കഥകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭാഗവത കൃഷ്ണൻ എന്ന നിലയിൽ നോക്കുമ്പോൾ ഭാഗവതം അവതരിപ്പിക്കുന്ന കൃഷ്ണസ്വരൂപം, അതിൻ്റെ മുഖ്യ ഉദ്ദേശം ഒരു മനുഷ്യനെ സർവ്വ സംസാര ദുഃഖത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ഒന്നിനോടും മമതയില്ലാതെ പരിപൂർണമായ ആത്മജ്ഞാനത്തോടുകൂടി ഈശ്വരനെ സ്വന്തമാക്കാനാണ് ഭാഗവതത്തിൽ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ദേവകീ കൃഷ്ണനെന്നും ഭാഗവത കൃഷ്ണൻ 2 ഭാവം ചേർത്ത് വെച്ചുകൊണ്ട് കൃഷ്ണനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ എത്ര ശ്രമിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലേ, അത്രയധികം ആ ജ്ഞാനസ്വരൂപമാണ് ഭഗവാൻ. അതിനെ നമ്മൾ എന്നിരുന്നാൽ തന്നെയും നമ്മൾ വിട്ടുകളയാതെ പിന്തുടരാൻ ശ്രമിക്കണം. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കും ഭഗവാന്റെ ദർശനത്തെ മനസ്സിലാക്കാൻ പ്രയാസം കൂടാതെ സാധിക്കും. 3 കാര്യങ്ങളിലൂടെയാണ് അറിവ് നമ്മളിലേക്ക് വരുന്നത്. 1, നമ്മുടെ പൂർവജന്മ സുഹൃതം കൊണ്ട് അറിവ് നമ്മളിലേക്ക് വരും. 2, ഗുരുകടാക്ഷം കൊണ്ട് അറിവ് നമ്മളിലേക്ക് വരും. 3, ഈശ്വരാനുഗ്രഹം കൊണ്ടും അറിവ് നമ്മളിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന പാഠപുസ്തകത്തെക്കുറിച്ചല്ല പറയുന്നത്, ജീവിതത്തിന് ആവശ്യമായ അറിവ്. സ്കൂളിൽ പഠിച്ച പാഠപുസ്തകത്തിലുള്ളതെല്ലാം ജീവിതത്തിന് ആവശ്യമായതാണോ? ആണോ? നമ്മൾ പഠിച്ച പലതും, നിങ്ങൾ പഠിച്ച സയൻസ് വെച്ചുകൊണ്ടാണോ ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത്? പല കാര്യങ്ങളും ഒരു പക്ഷേ അതിനാവശ്യമായത് അല്ല. അപ്പോൾ പരിപൂർണമായും ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖത്തെയും കടന്നുകൊണ്ട് ദുഃഖങ്ങളില്ലാത്ത ആനന്ദാവസ്ഥയിലേക്ക് എത്തുവാൻ പര്യാപ്തമായ അറിവ് നമ്മളിലേക്ക് വരണമെങ്കിൽ 1, പൂർവജന്മ സുഹൃതം കൊണ്ട്, 2, ഗുരുകടാക്ഷം കൊണ്ട്, 3, ഈശ്വര കടാക്ഷം കൊണ്ട്. ഈ 3 കടാക്ഷങ്ങളിലൂടെയാണ് ഈ അറിവ് നമ്മളിലേക്ക് വരുന്നത്. വ്യക്തമായോ? ഇനി ഇവിടെ പറഞ്ഞു
ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധത്തിലാണ് കൃഷ്ണനെ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞില്ലേ. കൃഷ്ണാവതാരം വായിക്കുന്നത് ദശമസ്കന്ധത്തിലാണ്. എന്താ കാരണം? 9 സ്കന്ധങ്ങളിലായി ഭക്തൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തലാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയില്ലേ, ഒരു കുഞ്ഞ് ജനിക്കുന്നത് എത്രാമത്തെ മാസമാണ്? സാധാരണഗതിയിൽ ഒരു മനുഷ്യ കുഞ്ഞ് ജനിക്കുന്ന എത്രാമത്തെ മാസമാണ്? 10ാം മാസം എന്നാണ് പറഞ്ഞത്. 9 മാസവും പിന്നെ ഒരു 10 ദിവസമൊക്കെ ഉണ്ടെങ്കിലും 10ാം മാസം അല്ലേ. നമ്മൾ പലപ്പോഴും വീടുകളിൽ കണക്ക് കേൾക്കാറില്ലേ, 10 മാസം ചുമന്ന് കഷ്ടപ്പെട്ടാടാ നിന്നെ വളർത്തിയെന്നൊക്കെ ഇങ്ങനെ പല സമയത്തും ഒക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ 10 മാസം ചുമന്നിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 9 മാസവും പിന്നെ ശിഷ്ട ദിവസമുണ്ട്. പക്ഷേ എങ്കിലും പറയുമ്പോൾ എത്ര പറയും? 10 എന്ന് തന്നെ പറയും. അപ്പോൾ ഇവിടെയും അതേ രീതി തന്നെയാണ് വ്യാസൻ. ഇവിടെ ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണനെ ഗർഭം ധരിക്കലായിരുന്നു ഈ 9 സ്കന്ധത്തിലൂടെ. 10ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ 9 മാസം കഴിഞ്ഞ് 10 ദിവസം കഴിയുന്നത് പോലെ കുറച്ച് ഭാഗം കഴിഞ്ഞപ്പോൾ ആരെ അവതരിപ്പിച്ചു? കൃഷ്ണനെ അവതരിപ്പിച്ചു. അപ്പോൾ അതുവരെയും 10ൽ കൃഷ്ണൻ പിറന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്താൻ, കാരണം ഭഗവാനെ വരവേൽക്കേണ്ടത് ആരാ? എവിടേക്കാണ് വരവേൽക്കേണ്ടത്? ഇനിയും കംസൻ്റെ കാരാഗൃഹത്തിൽ കൃഷ്ണൻ പോയി ജനിച്ചിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? മനസ്സിലായില്ലേ? ദേവകീ കൃഷ്ണനായി ജനിച്ചത് കംസൻ്റെ കാരാഗൃഹത്തിലാണെങ്കിൽ ഭാഗവത കൃഷ്ണൻ ജനിക്കേണ്ടത് ഭക്തൻ്റെ ഹൃദയത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ ഹൃദയത്തിലില്ലാത്ത ഭക്തന്മാരെല്ലാവരും അല്ലെ മനുഷ്യന്മാരെല്ലാവരും കംസന്മാരാണ്. മനസ്സിലായില്ലേ? ഭഗവാനില്ലാത്ത ഹൃദയത്തോടുകൂടി ജീവിക്കുന്നതെല്ലാം കംസന്മാരാണ്. അപ്പോൾ കംസൻ്റെ കാരാഗൃഹം എവിടെയാണെന്ന് ചോദിച്ചാൽ ഭക്തിയില്ലാത്ത ഹൃദയമെല്ലാം കാരാഗൃഹമാണ്. കംസൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ദേഹാഭിമാന ബോധമുള്ളവൻ. ദേഹാഭിമാന ബോധത്തിൽ ഞാനെന്ന അഹങ്കാരത്തോടു കൂടി ജീവിച്ചതാണ് കംസൻ. അപ്പം നമ്മളുമൊക്കെ ഭക്തി ഇല്ലെങ്കിൽ, ഈശ്വരചിന്ത ഇല്ലെങ്കിൽ നമ്മളുമൊക്കെ ആരായി മാറും? ദേഹാഭിമാന ബോധത്തിൽ അഹങ്കാരികളായി മാറും. ഈ അഹങ്കാരത്തെ ഇല്ലാതാക്കാനാണ് ഭഗവാനോടുള്ള ഭക്തി. മനസ്സിലായില്ലേ? പ്രാഥമികമായി ഭക്തി എന്തിനാണ്? എന്തെങ്കിലും വരം ചോദിച്ചു മേടിക്കാനാണോ ഭക്തി? ഇപ്പം നമ്മളെ ശീലം അങ്ങനെ, പരീക്ഷയുടെ തലേന്ന് പോവുക, ഭഗവാനെ ജയിക്കണേ അല്ലേ, ബാങ്കിൽ ലോണിന് കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാനെ ജയിക്കണേ, കല്യാണാലോചന വന്നാൽ കല്യാണം നടക്കണേ, വസ്തു മേടിക്കാൻ പോകുന്നതിന് മുമ്പ് ഭഗവാനെ വില കുറച്ച് കിട്ടണേ. ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ ഭക്തി. പക്ഷേ യഥാർത്ഥത്തിൽ ഭക്തി അതല്ല. യഥാർത്ഥത്തിൽ ഭക്തി നമ്മളിലുള്ള അഹങ്കാരത്തെ ശമിപ്പിക്കാനാണില്ല. കാരണം അഹങ്കാരമില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കാതെ തന്നെ നമ്മളെ സഹായിക്കാൻ ആരെത്തും? ഭഗവാനെത്തും. മനസ്സിലാവുന്നുണ്ടോ? ആ അഹങ്കാരം ഇല്ലാണ്ടായാൽ നമ്മൾ ഏത് കാര്യം ഏൽപ്പിച്ചാലും ഭഗവാനെത്തും. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു കഥ പറയുമ്പോൾ, പണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തി അദ്ദേഹത്തിന് ഒരു ദിവസം വളരെ അർജൻറ്റായി അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചു മകനെയാണ് അദ്ദേഹം അന്ന് ക്ഷേത്രത്തിലെ പൂജ. അന്നത്തെ കാലത്ത് ഇത്രയും വലിയ ഒരു രീതിയിൽ വലിയ തിരക്കും ഇത്രയും തിരുമേനിമാരുടെ എണ്ണവും, ഇപ്പോൾ ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ 10-100 തിരുമേനിമാർ അവിടെ ഉണ്ട്. അന്ന് അത്രയൊന്നുമില്ല. അപ്പോൾ പണ്ടത്തെ കാലത്ത് ആ മേൽശാന്തി പോയപ്പോൾ പകരം പൂജ മുടങ്ങരുതല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പന് പൂജ ചെയ്യാൻ വേണ്ടി അവിടെ പകരം തൻ്റെ മകനെ ഏൽപ്പിച്ചു. മകന് വലിയ പ്രായമൊന്നുമില്ല. മകനങ്ങനെ ഒറ്റയ്ക്ക് ഇന്നുവരെ പൂജ ചെയ്തിട്ടില്ല. പക്ഷേ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് ആ പൂജ ചെയ്യാൻ മകൻ ഏറ്റു. അപ്പോൾ ഈ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പൂജയ്ക്ക് വന്ന് പൂജയൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞ് തിടപ്പള്ളിയിൽ നിന്ന് ഭഗവാനുള്ള പടച്ചോറ് നേദ്യം തയ്യാറാക്കി. ഈ പടച്ചോറും കൊണ്ട് നേരെ ഭഗവാന്റെ മുമ്പിൽ ചെന്നു. ഈ കുട്ടിയുടെ ധാരണ ഈ ചോറെല്ലാം ഭഗവാൻ കഴിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? ഈ ചോറ് കൊണ്ടുവച്ചിട്ട് ഈ കുട്ടി അവിടെ ചെന്നിരുന്നു കൊണ്ട് പൂജയൊക്കെ ചെയ്തിട്ട് ചോറ് കഴിക്കുന്നില്ല. ആര്? ഗുരുവായൂരപ്പൻ കഴിക്കുന്നില്ല. ചോറ് അതേ കണക്ക് തന്നെ ഇരിക്കുക. കുട്ടി ഗുരുവായൂരപ്പനോട് ചോദിച്ചു, എന്താ നീ കഴിക്കാത്തത്? അച്ഛൻ പൂജയ്ക്ക് വരാത്തതുകൊണ്ട് പിണങ്ങിയിരിക്കുകയാണോ? എന്നിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ ഗുരുവായൂരപ്പനും ഈ കുട്ടിയും തമ്മിലൊരു സംഭാഷണം തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, നിനക്ക് കണ്ണിമാങ്ങ അച്ചാറില്ലാത്തത് കൊണ്ടാണോ നീ കഴിക്കാത്തത്? കാരണം കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ണിമാങ്ങ അച്ചാറാണ്. അതില്ലാത്തത് കൊണ്ടാണോ നീ കഴിക്കാത്തത്? നിനക്ക് തൈരില്ലാത്തത് കൊണ്ടാണെങ്കിൽ ഞാൻ ഉടനെ ഇല്ലത്ത് പോയി തൈര് എടുത്തുകൊണ്ട് വരാം, ഞാൻ കണ്ണിമാങ്ങ എടുത്തുകൊണ്ട് വരാം. നീ ഇത് കഴിച്ചില്ലെങ്കിൽ അച്ഛൻ വരുന്ന സമയത്ത് എൻ്റെ പൂജ ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്നെ തല്ലും. അതുകൊണ്ട് നീ ഇത് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിലിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും പറയുകയാണ്, അതോ ഞാൻ ചെയ്തതിനകത്ത് എന്തെങ്കിലും മധുരം പോരാഞ്ഞിട്ടാണോ? മനസ്സിലായില്ലേ? ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി നോക്കുന്ന സമയത്ത് ഈ ചോറിൻ്റെ അളവ് കുറഞ്ഞു വരാൻ തുടങ്ങി. ഈ ചോറിൻ്റെ അളവ് കുറഞ്ഞു വന്ന് ആ പാത്രത്തിലുണ്ടായിരുന്ന മുഴുവൻ പടച്ചോറും തീർന്നു.
ഇതേ സമയത്ത് അവിടുത്തെ കഴകം കാത്തു നിൽക്കുക, ഈ പടച്ചോറ് കിട്ടിയിട്ട് വേണം പുള്ളിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭാര്യയ്ക്കും മക്കൾക്ക് കൂടെ കൊടുക്കാൻ. അന്നത്തെ അവസ്ഥ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? കഴകം കാത്തു നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി അകത്തുനിന്ന് പാത്രവുമായിട്ട് ഇറങ്ങി വരുന്ന കാലിപ്പാത്രം, കഴകത്തിൻ്റെ കണ്ണ് തള്ളിപ്പോയി, ഇന്ന് വീട് പട്ടിണിയാണ്. കഴകൻ ചോദിച്ചു, നീ അകത്ത് കയറിയിരുന്ന് മൊത്തം അങ്ങ് കട്ട് തിന്നില്ലേ? നീ ഇതാണോ കാണിച്ചത്? ഇതിനാണോ നീ പൂജയ്ക്കെന്നും പറഞ്ഞ് വന്നത്? ഇന്ന് നിൻ്റെ അച്ഛനിഞ്ഞ് വരട്ടെ, ഈ നാട്ടുകാരൊക്കെ വരട്ടെ, എല്ലാവരോടും പറഞ്ഞ് നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ കഴകം ഈ കുട്ടിയെ വഴക്ക് പറയാൻ തുടങ്ങി. കുട്ടി എന്തു പറഞ്ഞിട്ടും കഴകം ഈ കുട്ടി പറഞ്ഞു, ഇല്ല ഗുരുവായൂരപ്പൻ കഴിച്ചു, ഗുരുവായൂരപ്പൻ കഴിച്ചു. കുട്ടി ഇതാ പറയുന്നത്. അപ്പോൾ പറഞ്ഞു, ഗുരുവായൂരപ്പൻ കഴിച്ചോ, കള്ളത്തരം പറയരുത്, മേലിൽ കള്ളത്തരം പറഞ്ഞാൽ ഇനി നീ കട്ടതും പോരാ, ഇനി ഗുരുവായൂരപ്പനെ കള്ളനാക്കാൻ നിൽക്കുക എന്നൊന്ന് ചോദിച്ച് ഈ കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ കുട്ടി ആ കോലായിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ തിരുമേനി വന്നു. അച്ഛൻ വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനും ദേഷ്യമായി. ഇത്രയും നാളും അച്ഛൻ പൂജിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. അച്ഛൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാനിത് അമ്പലത്തിലായതുകൊണ്ട് നിന്നെ വിടുന്നു, നീ അങ്ങ് ഇല്ലത്തേക്ക് വാ, നിന്നെ ഞാൻ അവിടെ വെച്ച് ഇതേ കണക്ക് ഇന്ന് വരെ ശ്രീകോവിലിൽ കയറിയിരുന്ന് ഒരു തിരുമേനിമാരും ചോറ് കട്ട് തിന്നിട്ടില്ല, നീ അതും ചെയ്തല്ലോ എന്നൊക്കെ ചോദിച്ച് മോനെ വഴക്ക് പറയുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ അശരീരി വന്നു. അവനല്ല തിന്നത്, ഞാനാണ് കേട്ടോ, അടിക്കണമെങ്കിൽ എന്നെ അടിച്ചോളൂ. മനസ്സിലായോ? അടിക്കണമെങ്കിൽ എന്നെ അടിച്ചോളൂ, അവനല്ല എടുത്തതെന്ന് പറഞ്ഞു. ആ സമയത്താണ് ആ തിരുമേനിക്ക് അടക്കം മനസ്സിലായത് ഭഗവാനെ യഥാർത്ഥത്തിൽ നിഷ്കളങ്കമായ ഭാവത്തിലാണ് ഭഗവാനെ സ്വന്തമാക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? ആ കുഞ്ഞിൻ്റെ ഭാവം എങ്ങനെയാണ്? നിഷ്കളങ്കമാണ്. വളരുമ്പോഴല്ലേ നമ്മൾ ഞാനാണ് വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് അങ്ങനെയുള്ള ഭാവം ഉണ്ടോ? ഇല്ല. അവൻ നിഷ്കളങ്കമായ ചോദ്യം, അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഭഗവാൻ തൻ്റെ ഹൃദയം തുറന്നു. അതാണ് ഭഗവാന്റെ കാരുണ്യം. ആ ഭഗവാനെ നമ്മൾ ആ രീതിയിൽ ഭജിച്ചാൽ ഭഗവാനെ നമ്മളൊന്നും ആവശ്യപ്പെടേണ്ട, ഇങ്ങോട്ട് ഭഗവാൻ നമ്മുടെ രക്ഷയ്ക്ക് എത്തിക്കൊള്ളും. ഇവിടെ 10ാമത്തെ സ്കന്ധത്തിലൂടെ ഭഗവാൻ പിറന്നു എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഭാഗവത കൃഷ്ണൻ എവിടെയാണ് ജനിക്കണം? നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ദീപമായി ഐശ്വര്യമായി ആര് മാറണം? ഭാഗവത കൃഷ്ണൻ മാറണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ ഒന്ന് വൃത്തിയാക്കലാണ് ആര് ചെയ്തത്? വ്യാസൻ ഭഗവാന്റെ അവതാര കഥകൾ പറഞ്ഞു, ഇല്ലേ? അസംഖ്യ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു, എല്ലാ അവതാരത്തെക്കുറിച്ചും പറഞ്ഞു. രാമാവതാരം, വാമനാവതാരം, കൂർമാവതാരം, മത്സ്യാവതാരം, പരശുരാമാവതാരം, ഇല്ലേ? ഈ അവതാരങ്ങളൊക്കെ പറഞ്ഞു. ഇനി അവതാരം മാത്രമല്ല പറഞ്ഞത്, ഭഗവത് ഭക്തന്മാരുടെ ചരിതം പറഞ്ഞു. അംബരീഷിൻ്റെ ചരിതം പറഞ്ഞു, പ്രഹ്ലാദൻ്റെ ചരിതം പറഞ്ഞു, ഇല്ലേ? അങ്ങനെ ഭഗവത് ഭക്തന്മാരുടെ ചരിതം പറഞ്ഞു. പിന്നെയോ ഭഗവാനെ നിഷേധിച്ച വിദ്വേഷികൾക്കുണ്ടായ ദുഃഖത്തിൻ്റെ ചരിതവും പറഞ്ഞു, ദുഷ്ടന്മാർക്കുണ്ടായ അപജയത്തിൻ്റെ ചരിതവും പറഞ്ഞു. ഇങ്ങനെയുള്ള ചരിതങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്തു? ഭക്തി കൊണ്ട് ഉയർത്തുകയാണ് 9 സ്കന്ധങ്ങളിലൂടെ ചെയ്തത്. വ്യാസൻ്റെ രചനകളൊക്കെ അത്ഭുതകരമാണ്. സാധാരണ ഒരാൾ കഥ എഴുതുന്നതൊക്കെയല്ല വ്യാസൻ. കാരണം വ്യാസൻ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ഇത് വായിക്കുന്ന ആൾക്കൊരു സന്തോഷം, ഒരു രസം കിട്ടാനല്ല. ആണോ? അല്ല. ഇത് വായിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായി ആനന്ദാവസ്ഥയിലേക്ക് എത്തണം. മനസ്സിലാവുന്നുണ്ടോ? ആ ആനന്ദാവസ്ഥയാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് ഓം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ എന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ ഭാഗവത മാഹാത്മ്യം തുടങ്ങുമ്പോൾ ആദ്യത്തെ ശ്ലോകം ഇതാണ്, സ്തുതിക്കുന്നതാണ്. ഓം സച്ചിദാനന്ദരൂപായ, സത്ത് ചിത്ത് ആനന്ദം. സത്ത് എന്ന് വെച്ചാൽ എല്ലാത്തിനും ആധാരമായി ഒരിക്കലും നശിക്കാത്തത് എന്തോ പരമമായത് സത്ത്. ചിത്തെന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത്, ആനന്ദം. അപ്പം നാശമില്ലാതെ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന ആനന്ദമാണ് എന്ത്? ഭഗവാൻ. അതാണ് ഭഗവാന്റെ രൂപം. നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഓടക്കുഴലുള്ള കണ്ണൻ, മൈപ്പീലി ചൂടിയ കണ്ണൻ, 4 കൈയുള്ള മഹാവിഷ്ണു, തൃക്കണ്ണുള്ള ശിവൻ, കയ്യിൽ വാള് പിടിച്ചിരിക്കുന്ന ദേവി, ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട രൂപങ്ങളാണ്. മനസ്സിലായില്ലേ? ഈശ്വരൻ്റെ പരമമായ രൂപം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമാണ്, ആനന്ദാവസ്ഥയാണ്. ഈ ആനന്ദത്തെ സൃഷ്ടിക്കാനാണ് വ്യാസൻ്റെ രചന. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ ഉയർത്തുകയാണ്. എന്താ കാരണം? ആരാ വരാൻ പോകുന്നത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഉള്ളിലേക്ക് വരേണ്ടത്. നമ്മുടെ വീട്ടിലൊരു വിശിഷ്ട അതിഥി വരികയാണെന്ന് വെക്കുക. നമ്മളെ വീട്ടിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി വരുന്നു, ഒരു വിശിഷ്ട അതിഥി വരുന്നു. നമ്മളെ വീട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? എല്ലാ ദിവസത്തെ കണക്ക് തന്നെ ആയിരിക്കുമോ വീട്ടിൻ്റെ അവസ്ഥ? ആയിരിക്കുമോ? നമ്മളെല്ലാം ഒന്ന് അടുക്കിപ്പറക്കും. എല്ലാം അടുക്കിപ്പറക്കി വെച്ചിരിക്കുകയാണെങ്കിലും ഒന്നുകൂടെ പൊടി തട്ടി തുടച്ച്, ഇല്ലേ? എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് സ്വീകരണ ഫ്രണ്ടിലത്തെ റൂമിലിരിക്കുന്ന കസേരയൊക്കെ ഒന്ന് തുടക്കത്തില്ലേ? എല്ലാം ഒന്ന് തുടച്ചിടും. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് വന്ന് നോക്കും, പിള്ളേർ വന്ന് ഈ പേപ്പർ വല്ലതും ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ എടുത്ത് കളഞ്ഞ് രാവിലെ മുറ്റം തൂത്താലും പിന്നെ ഒന്ന് ഇറങ്ങി മുറ്റത്ത് കിടക്കുന്ന ചവറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറക്കി മാറ്റി, ഇല്ലേ? ഇതൊക്കെ ചെയ്യുന്ന കാരണം വരാൻ പോകുന്ന ആളിൻ്റെ നിലവാരം അനുസരിച്ച് നമ്മൾ ആ ഗൃഹത്തെ ഒന്ന് തയ്യാറാക്കും. ശരിയല്ലേ? ആണോ അല്ലയോ? ഇതുപോലെയാണ് ഭഗവാൻ വരുമ്പോൾ ഭക്തൻ്റെ മനസ്സ്
മനസ്സിലായില്ലേ? അതിനെ വൃത്തിയാക്കി ശുദ്ധിയാക്കി പവിത്രമാക്കി മാലിന്യങ്ങളെ അകറ്റണം. ഇതിനാണ് 9 സ്കന്ധങ്ങളിലൂടെ ശ്രമിച്ചത്. ഇങ്ങനെയാണ് ഭഗവാന്റെ അവതാരം. നമ്മളിന്ന് ഉച്ചയ്ക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ ഭഗവാൻ ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഭഗവാൻ എവിടേക്ക് എത്തപ്പെട്ടു? അമ്പാടിയിലേക്ക് എത്തപ്പെട്ടു. അവിടെ ഭഗവാന്റെ ഒരു ലീലയൊന്ന് ആലോചിച്ച് നോക്കേ. ജനിച്ചത് ദേവകിയുടെ ഗർഭപാത്രത്തിൽ, വളർന്നത് യശോദയുടെ മകനായി. മനസ്സിലാവുന്നുണ്ടോ? ഒരു കുലത്തിൽ ജനിച്ച് മറ്റൊരു കുലത്തിലേക്ക് എത്തപ്പെട്ടു. അവിടെയാണ് യശോദയുടെ വീട്ടിൽ യശോദ പ്രസവിച്ച് കിടന്ന സമയത്താണല്ലോ, ആ രാത്രിയിലാണ് അവിടെ കൊണ്ടുപോയി കൃഷ്ണനെ കിടത്തുന്നത്. യശോദ പ്രസവ സമയത്ത് ആ മയക്കത്തിലായിരുന്നത് കൊണ്ട് ജനിച്ച കുഞ്ഞാണാണോ പെണ്ണാണോ എന്നൊന്നും അറിഞ്ഞിരുന്നില്ല. നേരെ ബോധമൊക്കെ ഒന്ന് തെളിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു ആൺകുഞ്ഞാണ് തനിക്ക് ജനിച്ചതെന്ന് ആര് വിശ്വസിച്ചു? യശോദ വിശ്വസിച്ചു. യശോദയ്ക്കും നന്ദഗോപർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം ഒരുപാട് കാലം വൈകിട്ടൊരു കുഞ്ഞ് ജനിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ദീർഘകാലം കഴിഞ്ഞൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ ലഭിക്കുന്ന മാതാപിതാക്കളുടെ ആഹ്ലാദം എത്രത്തോളം ആയിരിക്കും അല്ലേ? ശരിയല്ലേ? ദീർഘകാലം കഴിഞ്ഞിട്ടാണ്, ഒരുപാട് കാലം കാത്തിരുന്നിട്ടാണ് കുഞ്ഞ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ജനിച്ചത് വലിയ ആഘോഷമാക്കി മാറ്റി, ഒരു ഉത്സവം പോലെ ആഘോഷമാക്കി മാറ്റി. ഇവിടെ ഈ നന്ദഗോപർ എന്ന് പറയുന്ന ആൾ ഗോകുലത്തിലെ രാജാവാണ്. ഈ പശുക്കളെ മേയ്ക്കുന്ന കുലമാണ് ഗോകുലം. ആ കുലത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു ചെറിയ നാട്ടുരാജാവാണ് നന്ദഗോപർ. അപ്പം നന്ദഗോപർ വളരെ സന്തോഷത്തോടു കൂടി അതൊരു ഉത്സവം പോലെ ആഘോഷിച്ച് യശോദയ്ക്കൊരു ഉണ്ണി പിറന്നു എന്ന് എല്ലാവരും വന്ന് ആനന്ദ നൃത്തമാടി വളരെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതേ സമയത്ത് കംസൻ്റെ കൊട്ടാരത്തിൽ ചില ചർച്ചകൾ തുടങ്ങി. ഇവിടെ കംസൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്ന് പകരം അവിടെ ചെന്ന ആ പെൺകുട്ടി ആകാശത്തേക്ക് ഉയർന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ, കംസ നിൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭയത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് കംസൻ്റെ അനുചരന്മാരെല്ലാം ഒത്തുകൂടി. അവർ പറഞ്ഞു, കംസ അങ്ങ് ഭയക്കണ്ട, അങ്ങയുടെ ശത്രു ആരാണെങ്കിലും ഞങ്ങൾ തീർത്തു തരാം. മനസ്സിലാവുന്നുണ്ടോ? കാരണം കംസൻ്റെ പ്രീതിക്ക് വേണ്ടി അങ്ങനെ ചർച്ച നടന്നു. ആദ്യം ഇത് ഏറ്റെടുക്കുന്നത് ആരാ? പൂതനയാണ്. ഇവിടെ പൂതന പറഞ്ഞു ഞാൻ പോയി വരാം. ഇവിടെ പൂതന എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായി കാണരുത്. പൂതന വളരെ ശക്തിശാലിയായ മായാശക്തികളൊക്കെ ഉള്ള രാക്ഷസിയാണ്. പൂതന പറഞ്ഞു ഞാൻ പോയി വരാം. കംസന് സന്തോഷമായി. കാരണം ആദ്യം തന്നെ പോകുന്ന ആൾ നിസ്സാരക്കാരിയല്ല, വളരെ ശക്തിമതിയായിട്ടുള്ള പൂതനയാണ് പോകുന്നത്. ഇവിടെ പൂതന എന്ന വാക്കിൽ തന്നെ നമുക്കുണ്ട് പൂതമല്ലാത്തവളാരോ അവൾ പൂതന. നമ്മൾ വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോൾ ഒരു വരിയുണ്ട്, പൂതാത്മാ പൂതഭാവന അല്ലേ? അവിടെ പൂതം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വെച്ചാൽ ശുദ്ധ എന്നാണ്. ഇവിടെ പൂതന എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധമല്ലാത്തവൾ. ശുദ്ധമാണെങ്കിൽ ഈ വൃത്തികെട്ട പണി ചെയ്യാൻ പോവോ? കാരണം വൃത്തികെട്ട പണി എന്ന് പറയാൻ കാരണം എന്താ? ഒരു സ്ത്രീ ഒരിക്കലും, കാരണം ഒരു സ്ത്രീ എന്ന് പറയുന്നത് മാതൃത്വത്തിലേക്ക് എത്തുമ്പോൾ ഒരു മാതൃത്വത്തിൻ്റെ ആനന്ദം ഒരു സ്ത്രീ അനുഭവിക്കുന്ന യഥാർത്ഥത്തിൽ കുഞ്ഞിനെ ഗർഭത്തിൽ ധരിക്കുമ്പോഴോ പ്രസവിക്കുമ്പോഴോ അല്ല, ആ കുഞ്ഞിനെ മുലയൂട്ടുമ്പോഴാണ് അല്ലേ? ഒരമ്മ യഥാർത്ഥത്തിൽ മാതൃവാത്സല്യത്തെ നുകരുന്നതും ആ കുഞ്ഞിന് പകരുന്നത് എപ്പോഴാണ്? മുലയൂട്ടുന്ന സമയത്താണ്. ആ മുലയൂട്ടൽ കർമ്മത്തിൽ വിഷം ചേർക്കാനല്ലേ പൂതന പോകുന്നത്. അതുകൊണ്ടാണ് അത്രയും ക്രൂരയാണ് ആര്? മലിനയാണ് പൂതന എന്ന് പറയുന്നത്. ഈ പൂതന നേരെ പോവുകയാണ്. പൂതന ഒരു വാക്കുകൂടെ കൊടുത്തിട്ട്, എന്താ വാക്കെന്നറിയോ? പൂതന പറഞ്ഞിരിക്കുന്നത് ഒരു 10 വർഷത്തിനുള്ളിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ഞാനങ്ങ് കൊന്നേക്കാം. മനസ്സിലായില്ലേ? അല്ല ഇന്ന് ജനിച്ച ആളിനെയൊന്നുമല്ല, പേടിക്കണ്ട. 10 വർഷത്തിനുള്ളിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ഞാനങ്ങ് കൊന്നേക്കാം. എന്താ ഈ 10 വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ദേവകിയുടെ വിവാഹം കഴിഞ്ഞിട്ട് അത്രയും കാലമായി. അപ്പോൾ ഇതിനിടയിൽ വെച്ച് ജനിച്ച ഏതെങ്കിലും കുഞ്ഞ് ഏതെങ്കിലും മായാരീതിയിൽ എവിടെയെങ്കിലും വളരുന്നുണ്ടെങ്കിൽ എല്ലാവരും. അപ്പോൾ അവിടെ പൂതനയുടെ ആ മനോഭാവം നമ്മളൊന്ന് മനസ്സിലാക്കുക. എത്ര ക്രൂരതയാണ്! ഒരു 10 വയസ്സ് വരെ പ്രായമുള്ള മുഴുവൻ കുട്ടികളും ഈ പ്രപഞ്ചത്തിൽ ഇല്ലാണ്ടായാൽ ഒരു വലിയ ജനറേഷൻ ഗ്യാപ്പ് വരില്ലേ? വരുമോ വരത്തില്ലയോ? എന്നാലോചിച്ച് നോക്കേ. ഒരു 10 വയസ്സ്, 1 വയസ്സ് മുതൽ ഇന്ന് ജനിച്ച കുഞ്ഞു തൊട്ട് ഒരു 10 വയസ്സ് വരെ പ്രായമുള്ള മുഴുവൻ കുട്ടികൾ ഒരൊറ്റ സുപ്രഭാതത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനതയുടെ ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് വരും, ഒരു വലിയ പ്രായത്തിൻ്റെ അന്തരം വരും. മനസ്സിലാവുന്നുണ്ടോ? ഒരു വലിയ ഒഴുക്ക് ഇടയ്ക്ക് നിന്നതുപോലെ ആയി പോവാവില്ലേ? ഈ രീതിയിലാണ് പൂതന പോകുന്നത്. അപ്പോൾ ഇവിടെ പൂതന ഇത്തരമൊരു ഉദ്ദേശത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ ഭഗവാൻ പൂതനയെ തന്നിലേക്ക് ആകർഷിക്കുക ചെയ്യുന്നത്, അല്ലാതെ പൂതന അങ്ങോട്ട് ചെന്നതല്ല. എന്തിനാണ് ഭഗവാൻ ആകർഷിച്ചത്? തൻ കാരണം, മനസ്സിലായില്ലേ? താൻ കാരണം വേറൊരു കുഞ്ഞിന് ദുഃഖമുണ്ടാവരുത്, വേറൊരു മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാവരുത്. അതുകൊണ്ട് എന്തായി? ഈ അമ്പാടിയിലെ ആഘോഷം ചില ആൾക്കാർ വഴിയൊക്കെ ഈ ആഘോഷപ്പെരുമ ആരറിഞ്ഞു? പൂതന
ഇറങ്ങി വന്നപ്പോൾ പൂതന അറിഞ്ഞു. പൂതന വിചാരിച്ചു എന്തായാലും കുഞ്ഞുങ്ങളെ വധിക്കാൻ തീരുമാനിച്ചു എങ്കിൽ ആദ്യമേ തന്നെ നല്ല പേരെടുത്ത് ഒരു വധം തുടങ്ങാം അല്ലേ. ഉദ്ഘാടനം തന്നെ നല്ല ഒരു അല്ലേ, നമ്മൾ പറയത്തില്ലേ ആദ്യമേ മേടിക്കുന്നത് നല്ലത് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം തന്നെ ഒരു നല്ല രീതിയിലാവും. അപ്പോൾ എന്താ, ഇത്രയും ആഘോഷത്തോടു കൂടി നടത്തുന്ന ഒരു കുഞ്ഞിൻ്റെ വീട്ടിൽ പോയി ആ കുഞ്ഞിനെ കൊന്നാൽ എത്ര വലിയ ദുഃഖമായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ദുഷ്ടന്മാരെപ്പോഴും മറ്റുള്ളവരെ ദുഃഖം കണ്ട് സന്തോഷിക്കുന്നവരാണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവരുടെ സുഖം കണ്ട് സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്നായിരിക്കണം. നമ്മളെപ്പോഴെങ്കിലും അയലത്തുകാരൻ്റെ ദുഃഖം കണ്ട് പെരയ്ക്കകത്ത് കയറുന്ന അല്ലെങ്കിലും അവനത് വരണം, അവൻ ഇച്ചിരി അഹങ്കാരിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവനല്ല അഹങ്കാരി, അവനേക്കാൾ വലിയ അഹങ്കാരി നമ്മളാണ്. മറ്റുള്ളവൻ്റെ ദുഃഖം കണ്ടുകൊണ്ട് സഹജീവികളുടെ ദുഃഖം കണ്ടുകൊണ്ട് ആനന്ദിക്കുന്നവൻ എന്നും ക്രൂരനാണ്. സഹജീവികളുടെ ദുഃഖം കണ്ട് നമ്മളോട് ഇനി എത്ര ശത്രു ചെയ്ത ആളായിക്കോട്ടെ, ആ ആളിൻ്റെ ദുഃഖം വന്നാൽ ഓടി അദ്ദേഹത്തിനടുത്ത് ചെന്ന് ചെല്ലാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മളിൽ ഈശ്വരനുണ്ട്. അതുകൊണ്ടാണ് സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്നൊരു തത്വം ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സ്നേഹിക്കാൻ പഠിക്കണം. കാരണം സ്നേഹം എന്നത് ഈശ്വരീയ ഗുണമാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്നേഹമെന്നത് ഈശ്വരീയമായ ഗുണമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ആ വലിയ ഭാവത്തിലേക്ക് എത്താൻ സാധിച്ചാൽ നമ്മുടെയൊക്കെ മനസ്സ് വളരെ ശ്രേഷ്ഠമായി മാറും. അപ്പോൾ ഇവിടെ ഭഗവാൻ തന്നെ പൂതനയെ അങ്ങ് ആകർഷിച്ചു. പൂതന നേരെ അവിടെ എത്തി. പൂതന എങ്ങനെയാണ് വരുന്നത്? അതീവ സുന്ദരിയായിട്ട് വേഷം മാറിയാണ് വരുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അജ്ഞാനം, പൂതന എന്ന് പറയുന്ന മുമ്പേ പറഞ്ഞു ശുദ്ധമല്ലാത്തവളെന്നാണ്. പൂതന യഥാർത്ഥത്തിൽ അജ്ഞാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? അഹങ്കാരമാണ്. ഈശ്വരനെതിരെ ആദ്യം പുടപ്പുറപ്പാട് നടത്തി ഇറങ്ങുന്നത് ആരാ? അഹങ്കാരമാണ്, അജ്ഞാനമാണ്. മനസ്സിലല്ലേ? എപ്പോഴും ഈശ്വരനെ നിഷേധിച്ചുകൊണ്ട് ആദ്യം ഉയർന്നു വരുന്നത് അജ്ഞാനമാണ്. ഈ അജ്ഞാനമാണ് പൂതന. അപ്പോൾ പൂതനയാകുന്ന അജ്ഞാനം എപ്പോഴും കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയാവോ? അജ്ഞാനം സുന്ദര രൂപത്തിൽ ആകർഷിച്ച് മോഹിപ്പിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഇവിടെ പൂതന അതീവ സുന്ദരിയായിട്ട് ഒരുങ്ങി ആഭരണങ്ങളൊക്കെ ധരിച്ചു വന്നു. ഇവിടെ യശോദയും മറ്റുള്ളവരും എല്ലാം കണ്ടു പൂതന വരുന്നത്. ഈ കുഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് എല്ലാവരും എടുത്ത് കയ്യിലൊക്കെ വെച്ച് ലാളിച്ച് ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ യശോദ അവരോട് വഴക്ക് കൂടി, കുഞ്ഞ് അല്പനേരം ഒന്ന് വിശ്രമിക്കട്ടെ, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചാൽ കുഞ്ഞിന് ക്ഷീണമാവും എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. ഈ സമയത്താണ് പൂതന വരുന്നത്. പൂതനയുടെ വരവ് കണ്ട്, പൂതനയുടെ ആഭരണവും വസ്ത്രവും സൗന്ദര്യവും കണ്ട് ഈ ഗോപികമാർ പോലും ഒന്ന് മയങ്ങിപ്പോയി. ആരാണെന്ന് പോലും ചോദിക്കാൻ വിട്ടുപോയി. ഈ സമയം കൊണ്ട് പൂതന അകത്തേക്ക് കയറി. ഇവിടെ സ്ത്രീ സഹജമായ ഒരു ദുർബലതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ? സ്ത്രീകളെ കൊണ്ട് 2 സ്ഥലത്ത് പോകാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഏതൊക്കെ സ്ഥലമെന്നറിയാവോ? ഒന്ന് സ്വർണ്ണക്കടയിലും ഒന്ന് തുണിക്കടയിലും. ഈ 2 സ്ഥലത്ത് സ്ത്രീകളെ കൊണ്ടുപോയാൽ ഒന്നുകിൽ പണയം വെക്കും അവിടെ കൂടെ വരുന്ന ആളിനെ, ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്ന് അത് മേടിച്ച് തന്നില്ല, ഇത് മേടിച്ച് തന്നില്ല, നിങ്ങൾക്കല്ലേലും എന്നോട് സ്നേഹമില്ല. മനസ്സിലായില്ലേ? 10-15 വർഷം ഒരുമിച്ച് ജീവിച്ചതാ, 2-3 മക്കൾ അമ്മയും അച്ഛനും ഒക്കെ ആയി. എന്നിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് പണ്ടേ എന്നോട് സ്നേഹമില്ല, എനിക്കറിയാം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ മേടിച്ച് തരത്തില്ല. ഇതെല്ലാം പറഞ്ഞ് അന്ന് തൊട്ട് അടി തുടങ്ങും. പിന്നെ 6 മാസത്തേക്ക് അടിയായി. മനസ്സിലാവുന്നുണ്ടോ? ഈ 2 സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കും പുരുഷന്മാരെ, അവരെയും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് സ്ഥലമുണ്ട്. അത് ഒത്തിരിയാണ്, എണ്ണത്തിൽ കൂടുതൽ, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. 2 സ്ഥലം എണ്ണി ചെയ്തുകൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അവരെ അങ്ങ് വിട്ടു. അപ്പോൾ ഇവിടെ പൂതനയുടെ കാരണം ഈ പുറമേ ഉള്ള കമനീയത എപ്പോഴും ഈ സൗന്ദര്യത്തിൽ ആകർഷകരാകുന്നൊരു ശീലമുണ്ട്. അതുകൊണ്ട് പൂതനയുടെ ഈ സൗന്ദര്യത്തിൽ ആകർഷമായി. പൂതന ഈ തക്കം നോക്കി അകത്തിരുന്നു. ചെന്ന് നോക്കുമ്പോൾ താൻ തിരക്കി വന്ന കുട്ടി അതാ തൊട്ടിൽ കിടക്കുന്നു അല്ലേ. അതുവരെ കണ്ണ് തുറന്നൊക്കെ കിടന്ന ആളാ പൂതനെ അടുത്തോട്ട് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കണ്ണങ്ങ് അടച്ചു കളഞ്ഞു. ഭഗവാന്റെ കുസൃതി അവിടെ തുടങ്ങുകയാണ്. കണ്ണങ്ങ് അടച്ചു കളഞ്ഞു. നേരെ പൂതനെ എടുത്ത് കയ്യിലോട്ട് ചേർത്ത് പിടിച്ച് ഒരു സൈഡിലേക്ക് മാറിയിരുന്ന് പൂതന തൻ്റെ വിഷം പുരട്ടിയ മുലക്കാമ്പ് വായിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് പൂതന എന്ത് ചെയ്തു? 2 കൈ കൊണ്ടും ബലമായിട്ട് ചേർത്ത് പിടിച്ചു. കാരണം ഈ വിഷത്തിൻ്റെ രൂക്ഷഗന്ധം കൊണ്ടോ ഇനി അതല്ല ഏതെങ്കിലും കയർപ്പ് കൊണ്ടോ ഈ കുട്ടി കുടിക്കാതെ മാറരുത്. ഈ വിഷം തോനെയൊന്നും ഉള്ളിൽ ചെല്ലണ്ട, ചെറുതായി ചുണ്ടിൽ തട്ടിയാൽ പോലും ഒരു കുട്ടി മരിക്കും സാധാരണഗതിയിൽ. അത്ര ക്രൂര വിഷമാണ്. എങ്കിലും പൂതന ബലമായിട്ടൊന്ന് പിടിച്ചു. ആ ബലമായിട്ട് ചേർത്ത് പിടിച്ചു. ഭഗവാനും ചെയ്തു തൻ്റെ പിഞ്ച് കൈ കൊണ്ട് പൂതനയുടെ മാറത്ത് ഒന്ന് പിടിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ പൂതന പിടിച്ചിട്ടുണ്ട് ബലമായിട്ട് 2 കൈ കൊണ്ടും, ഭഗവാനും ഒന്ന് പിടിച്ചു. അപ്പോൾ 2 പേരുടെ പിടി അവിടെ സംഭവിച്ചു കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പൂതനയുടെ അവസ്ഥ എന്തായി മാറി? പൂതനയുടെ ആ മുലക്കാമ്പിൽ നിന്നും പാൽ മാത്രമല്ല പൂതനയുടെ രക്തം വരെ വാർന്നു പോകുന്നത് പോലെ പൂതനയ്ക്ക് തോന്നി. കുട്ടി കുടിച്ച് ഊറ്റിയെടുക്കും, തൻ്റെ പ്രാണൻ വരെ ഊറ്റിയെടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ പൂതന അലറിക്കൊണ്ട് ഭീകര രൂപത്തിയായി മാറി. ആ ഭീകര രൂപിണിയായി മാറിയ പൂതന തൻ്റെ സർവ്വബലവും എടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ ദൂരേക്ക് പറിച്ചെറിയാൻ ശ്രമിച്ചു. ചേർത്ത് പിടിച്ചത്
ദൂരേക്ക് പറിച്ചെറിയാൻ ശ്രമിച്ചു. പക്ഷേ ഭഗവാന്റെ പിടിവിടാതെ പൂതനയ്ക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? ഭഗവാന്റെ പിടിയിൽ പൂതന നിന്നുപോയി. ആ പൂതന അലറിക്കൊണ്ട് അവിടെ പിടഞ്ഞ് മരിച്ചു. അപ്പോഴത്തേക്ക് ഈ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് യശോദയും മറ്റുള്ളവരും ഓടി വന്നു. എന്തോ സംഭവിച്ചു. കുഞ്ഞ് കിടക്കുന്ന മുറിയിൽ നിന്ന് അലർച്ച കേട്ടു, ബഹളം കേട്ടു, എന്തോ വീഴുന്ന ശബ്ദം കേട്ടു. ആരാ? പൂതന വന്ന് വീണതാണ്. ഭീമാകാരമായ ആനയുടെ രൂപത്തിൽ അത്രയും വലിപ്പത്തിലാണ് പൂതന രാക്ഷസി വന്ന് വീണത്. യശോദ ഓടി വന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ ഈ പൂതനയുടെ ജഡത്തിൻ്റെ മുകളിൽ കിടന്ന് കൈകാലിട്ടടിക്കുകയാണ്. യശോദയ്ക്ക് സന്തോഷമായി. യശോദ പറഞ്ഞു, യോ, കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ. എന്തോ വലിയ ദുഷ്ടതയായ ഒരു രാക്ഷസി വന്നിട്ട് കുഞ്ഞിനെ എൻ്റെ ദൈവങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് നേരെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെല്ലാം പോയി വഴിപാട് നടത്തി. എല്ലാവരെയും രക്ഷിക്കുന്ന ഭഗവാനാണ് ഈ കുഞ്ഞെന്ന് ആർക്കറിയില്ല? യശോദയ്ക്ക് അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? യശോദ അതുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ആ കുഞ്ഞിനെ എടുത്ത് വളരെ സന്തോഷത്തോടുകൂടി ഒരുപാട് നേർച്ചകളൊക്കെ നേർന്നു. ഇങ്ങനെ പൂതന മരണപ്പെട്ടു. ഇനി പൂതന എന്ന് പറയുന്ന മുമ്പേ പറഞ്ഞു, പൂതമല്ലാത്തവൾ പൂതന എന്ന് പറഞ്ഞു. ഇനി അജ്ഞാനമാണ് പൂതനയെന്നും പറഞ്ഞു. ഈ പൂതന വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാൻ കണ്ണുകൾ അടച്ചത് എന്നതിനെക്കുറിച്ച് ഭാഗവതാചാര്യന്മാർ പറയുന്നൊരു കാര്യം, ഭഗവാൻ ചിന്തിച്ചത് ഇവൾ എന്ത് ചെയ്യുമെന്നൊന്ന് കാണട്ടെ. കണ്ണ് തുറന്നിരുന്നാൽ ചിലപ്പോൾ ഈ കള്ളത്തരം കാണിക്കാൻ വരുന്നവർ ഈ ഒരു കള്ളത്തരം ചെയ്യാൻ വരുമ്പോൾ കണ്ണ് തുറന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന അവരത് ചെയ്യുമോ? ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവൾ എന്ത് ചെയ്യുന്നു എന്ന് ഒന്ന് കാണട്ടെ എന്ന് ഭഗവാൻ ചിന്തിച്ചു. പിന്നെയോ രണ്ടാമത്, ഈ കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണെന്നൊരു സങ്കല്പമുണ്ട്. നമ്മുടെ കണ്ണുകൾ സൂര്യനും ചന്ദ്രനുമാണ്. ഇടത് കണ്ണ് ചന്ദ്രൻ, വലത് കണ്ണ് സൂര്യനാണ്. ഇടയും പിങ്കല 2 നാടിയുണ്ട്, സൂര്യനാടി ചന്ദ്രനാടി. ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ ഈ സൂര്യചന്ദ്രന്മാർ വിചാരിച്ചു, എടാ സൂര്യകുലത്തിലും രാമനായി ഭഗവാൻ ജനിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ചന്ദ്രകുലത്തിൽ കൃഷ്ണൻ ജനിച്ചു. ആ ഞങ്ങളുടെ കുലത്തിൻ്റെ നായകനായി, ആ കുലത്തിൻ്റെ ശോഭയായി മാറിയ ഭഗവാനെ ഇല്ലാതാക്കാൻ വരുന്ന ഇവളെ ഞങ്ങൾക്ക് കാണണ്ട. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരും കണ്ണുകൾ അടച്ചു എന്ന് ഒരു തത്വം പറയും. അത് കഴിഞ്ഞാലൊരു തത്വം എന്ന് പറയുന്നത്, ഈ കണ്ണ് തുറന്നിരുന്നാൽ ഭഗവാന്റെ നോട്ടം ആരിൽ പതിയും? പൂതനയിൽ പതിയും. ഈ നോട്ടം കാരുണ്യത്തോടെയാണെങ്കിൽ പൂതന ശുദ്ധമാവും. പിന്നെ പൂതന ഈ പ്രവൃത്തി ചെയ്യുമോ? മനസ്സിലായില്ലേ? പൂതന ഈ പ്രവൃത്തി ചെയ്യണമെന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം 2 കാര്യമാണ്. പൂതന ഇല്ലാതായെങ്കിലേ കംസന്റെ ഭയം വീണ്ടും വർദ്ധിക്കൂ. മനസ്സിലായില്ലേ? ഇനി പൂതനയ്ക്ക് ഭഗവാൻ മറ്റൊരു കാരുണ്യം കൊടുക്കുകയാണ്, മാതൃശേഷമായ മോക്ഷം കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? മുല കുടിക്കുമ്പോൾ മാതാവ് എന്നുള്ള സങ്കല്പത്തിൽ ദുഷ്ടതയ്ക്കാണ് വന്നതെങ്കിലും ഭഗവാന്റെ ആ സ്നേഹം നോക്കിക്കണം തന്നെ. ഇവിടെ 10ാമത്തെ സ്കന്ധത്തിനൊരു പേര് തന്നെയുണ്ട്, സംഹാരലീലയാണ്. മനസ്സിലായില്ലേ? 10ാമത്തെ സ്കന്ധത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ അനുഗ്രഹത്തേക്കാൾ കൂടുതൽ കൃഷ്ണാവതാരത്തിൽ സംഹാരത്തിലൂടെയാണ് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? സംഹരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ആ പൂതനയെ ഇനി ദേഷ്യത്തോടെയാണ് നോക്കുന്നതെങ്കിൽ ആ ഭസ്മമായി പോകും. അപ്പോഴും ഈ കർമ്മം നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? പൂതനയെ വന്നപ്പോൾ കണ്ണുകൾ അടച്ച് പൂതനയ്ക്ക് ആ രീതിയിൽ മോക്ഷം കൊടുത്തു. അപ്പോൾ പൂതന മരണപ്പെട്ടു. കംസൻ പൂതനയെ അയച്ചു, പൂതന തിരിച്ചു വന്നില്ല. ആരോ പറഞ്ഞറിഞ്ഞു പൂതന മരണപ്പെട്ടു. എങ്ങനെ മരണപ്പെട്ടു, എവിടെ വെച്ച് മരണപ്പെട്ടു എന്നൊന്നും വലുതായിട്ട് അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് 2ാമത്തെ ആളിനെ വിട്ടു. 2ാമത്തെ ആളാരാ? ഷഡകാസുരൻ എന്ന് പറയും. ജഡത്വവാദമാണ്, പൂതനയുടെ സഹോദരനാണ്. അപ്പോൾ സഹോദരി പോയയിടത്തേക്ക് ആര് തിരക്കി വരുന്നു? അവിടെ ഷഡകാസുരൻ വന്നു. പൂതന പോയത് അമ്പാടിയുടെ ഉദ്ദേശം ആ ലക്ഷ്യത്തിലാണെന്ന് അറിയാം. അതുകൊണ്ട് നേരെ ആ ഷഡകാസുരനും എവിടേക്ക് വന്നു? അമ്പാടിയിലേക്ക് വന്നു. ഇവിടെ ഏതാണ് കംസന്റെ അന്തകൻ എന്ന കുഞ്ഞെന്നുള്ളത് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? കൃത്യമായി തിരിച്ചറിഞ്ഞില്ല. ഇവിടെയും ഷഡകാസുരനെ ആരാകർഷിക്കുക? ഭഗവാൻ ആകർഷിക്കുക ചെയ്യുന്നത്. ആ ദിവസം ഈ ഭഗവാൻ ആദ്യമായിട്ട് ഈ ഒരു കുഞ്ഞ് ആദ്യമായിട്ട് ഈ കമഴ്ന്ന് വീഴുക എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. എന്താ കാര്യം? ഈ മലർന്ന് കിടക്കുന്ന കുഞ്ഞ് കമഴ്ന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ കൈ കുത്തും അല്ലേ? 2 കൈയൊക്കെ പതുക്കെ കുത്തും, കാലിൻ്റെ മുട്ട് കുത്തും, പതുക്കെ എന്താ ചെയ്യും? അരക്കെട്ട് ആദ്യം പൊക്കും, പിന്നെ തല പൊക്കും, പിന്നെ ഒന്ന് വള്ളം കളിക്കും, പിന്നെ ഒന്നില്ല ആന കളിക്കുന്ന കണക്കാവും, പിന്നെ പതുക്കെ നൂന്നിരിക്കും, നടക്കും ഇല്ലേ? അപ്പം വളർച്ചയുടെ ഒരു പടിയാണ് കുഞ്ഞ് കമഴ്ന്ന് വീഴുന്നത്. ഇതൊരു ആഘോഷം പോലെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഷഡകാസുരൻ വന്നത്. ഷഡകാസുരൻ ശരീരമില്ലാത്തവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? വന്നൊരു വണ്ടിയുടെ ചക്രത്തിനകത്തങ്ങ് കയറിയിരുന്നു. യശോദ കുഞ്ഞിനെയൊക്കെ വെച്ചുകൊണ്ട് ഈ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. യശോദയ്ക്ക് തോന്നി ഈ കുഞ്ഞിന് ഉറക്കം വരുന്നു, എന്നാൽ പിന്നെ ശല്യപ്പെടുത്തേണ്ട, അകത്ത് കൊണ്ടുപോയി കിടത്തിയാൽ ആരുമില്ലല്ലോ. അപ്പോൾ ഇവർ നിൽക്കുന്ന മുറ്റത്ത് തന്നെ അവർ പാലും തൈരും ഒക്കെ കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്. ഈ വണ്ടിയുടെ അടിഭാഗത്താകുമ്പോൾ നല്ല തണലുണ്ട്. എന്നാൽ പിന്നെ അവിടെ കിടത്തിക്കളയാന്ന് പറഞ്ഞൊരു വിരിയൊക്കെ വിരിച്ച് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ വണ്ടിയുടെ അടിയിൽ കിടത്തി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പരമമായ ചൈതന്യ സ്വരൂപനായ ഭഗവാൻ താഴെ കിടക്കുന്നു.
അതിൻ്റെ മുകളിൽ ജഡസ്വരൂപമായ വാഹനം മുകളിൽ നിൽക്കുന്നു. മനസ്സിലല്ലേ? ചൈതന്യത്തിന് മുകളിൽ മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു വിപരീത അവസ്ഥയിലാണ് യശോദ അറിയാതാണെങ്കിൽ ആരെ കൊണ്ടുപോയി കിടത്തുന്നത്? കുഞ്ഞിനെ കിടത്തുന്നത്. ഈ വണ്ടിക്കകത്ത്, ഈ ചക്രത്തിനകത്ത് ആരുണ്ട്? ഷടകാസുരൻ പ്രവേശിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിനെ കിടത്തിയ തക്കം നോക്കി ഈ ചക്രം പതുക്കെ പതുക്കെ ഉരുളാൻ തുടങ്ങി. ആരുടെയും ശ്രദ്ധ വരാതിരിക്കാൻ പതുക്കെ പതുക്കെ നീങ്ങി വന്ന് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നീങ്ങി വന്നപ്പോൾ ഭഗവാൻ തൻ്റെ കാലെടുത്ത് ഈ ചക്രത്തിലൊന്ന് തട്ടി. ഈ ചക്രം തകർന്ന് ഈ വണ്ടി തലകീഴ്മേൽ മറിഞ്ഞുകൊണ്ട് ദൂരേക്ക് തെറിച്ച് തരിപ്പണമായി വീണു. ഇത് കണ്ടുകൊണ്ട് യശോദ ഓടി അലറിക്കൊണ്ട് വന്നു. തൻ്റെ കുഞ്ഞ് കിടന്ന സ്ഥലമാണ്. ഒരമ്മയുടെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കെ. ഓടി വന്നു, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. കുഞ്ഞ് ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. യശോദ ചോദിച്ചു, എന്താ ഇത്, എന്താ സംഭവിച്ചത്? അപ്പോൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഇച്ചിരി മുതിർന്ന കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികൾ പറഞ്ഞു, ദേ ഇവൻ കാലെടുത്ത് അടിച്ചു പൊട്ടിച്ചതാന്ന് പറഞ്ഞു. യശോദ പറഞ്ഞു, ദേ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അനാവശ്യമൊന്നും പറയരുത്. ഈ കൈക്കുഞ്ഞായിട്ടുള്ള ഈ കുഞ്ഞെങ്ങനെയാണ് ഈ വണ്ടിയും ചക്രമൊക്കെ അടിച്ചു പൊട്ടിക്കുന്നത്? എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ, ഇല്ല നാട്ടിൽ പറയത്തില്ലേ, അവസാനം ഭൂതവും പ്രേതമൊക്കെ കയറിയ ആളാണെന്ന് പറയുന്ന കണക്ക് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്ന പറഞ്ഞ് യശോദ അവരോട് വഴക്കുണ്ടാക്കി. യശോദയ്ക്ക് അറിയില്ലല്ലോ യാഥാർത്ഥ്യം എന്താണെന്ന്. ഈ കുട്ടികളോട് വഴക്കൊക്കെ ഉണ്ടാക്കി കലഹിച്ചതിന് ശേഷം യശോദ കുഞ്ഞിനെ എടുത്ത് വളരെ ഉമ്മയൊക്കെ കൊടുത്ത് യശോദ ആ കുഞ്ഞിന് വീണ്ടും നേർച്ചകൾ നേരാൻ തുടങ്ങി. അങ്ങനെ ഷടകാസുരൻ, ജഡത്വവാദം. അപ്പം അജ്ഞാനം, ജഡത്വവാദം നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം. പൂതന, അജ്ഞാനം, ഷടകാസുരൻ, ജഡത്വവാദം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ള, നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത, നമ്മളെ ആസുരികമാക്കുന്ന ദുർഗുണങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ദേവകി കൃഷ്ണ എന്നുള്ളതിൽ നിന്ന് ഭാഗവത കൃഷ്ണനായി നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വന്നു ചേരുമ്പോൾ നമ്മളിൽ നിന്ന് എന്ത് ഇല്ലാതാവണം? അജ്ഞാനമില്ലാതാവണം. നമ്മളിൽ ജഡത്വവാദമല്ല. ജഡത്വവാദം എന്ന് വെച്ചാൽ എന്താ? നശിക്കുന്ന വസ്തുക്കൾ സത്യമാണെന്ന് ധരിച്ച് അതിനെ മോഹിക്കുന്നതിനെയാണ് ജഡത്വവാദം എന്ന് പറയുന്നത്. അപ്പം നശിക്കപ്പെടുന്ന വസ്തുക്കളിലോട് മോഹം വെക്കാതെ, നശിക്കുന്ന വസ്തുക്കളുടെ പുറകിൽ കിടന്നലയാതെ, ഒരിക്കലും നശിക്കാത്ത ഈശ്വര സത്യത്തെ തേടണം എന്ന് പഠിപ്പിക്കലാണ് അവിടെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ അസുരം വന്നു. അപ്പോൾ അയച്ച രണ്ടുപേരും പോയിട്ട് തിരിച്ചു വന്നില്ല. മൂന്നാമത്തെ ആളിനെ വിട്ടു. ആരെയാ വിടുന്നത്? തൃണവർത്തൻ എന്ന് പറയുന്ന അസുരനെ വിട്ടു, അല്ലേ? തൃണവർത്തൻ എന്ന് പറയുന്ന അസുരനാണ് വരുന്നത്. ഈ തൃണവർത്താസുരൻ വരുന്നത് ചുഴലിക്കാറ്റിനെ പോലെയാണ്. ഈ ചുഴലിക്കാറ്റായി തൃണവർത്താസുരൻ വരുന്ന സമയത്ത് ഇവിടെ ഭഗവാൻ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ യശോദയുടെ മടിയിൽ കിടക്കുന്ന സമയത്ത് ഈ ചുഴലിക്കാറ്റായി തൃണവർത്തം വന്നാൽ തന്നെ തിരക്കി വരുന്ന ഈ കാറ്റിനകത്ത് ആരും പെടും? അമ്മ പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അമ്മയെ പോലും അതിൽ പെടരുതെന്ന് ആരാഗ്രഹിച്ചു? ഭഗവാൻ. അതുകൊണ്ട് തൻ്റെ ശരീരത്തിന് ഒരു ഭാരം കൂടുന്നതായി അമ്മയെ തോന്നിപ്പിച്ചു. അമ്മ നോക്കിയപ്പോൾ പറഞ്ഞു, കുറേ നേരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയല്ല, കൈയൊക്കെ ഒന്ന് കഴച്ചു, എന്തോ ഒരു കൈയൊക്കെ കുഴഞ്ഞു വരുന്നു. എന്നാൽ അവിടെ വരാന്തയിൽ കിടത്തി. അതിനുശേഷം അമ്മ അകത്ത് പണി ചെയ്യാനായിട്ട് അകത്തേക്ക് പോയി. ഈ സമയം നോക്കി ചുഴലിക്കാറ്റായി വന്ന തൃണവർത്തൻ ഈ പൊട്ടിപ്പടലങ്ങൾ കൊണ്ട് അമ്പാടി അങ്ങ് മൂടി. അവിടെ മുഴുവൻ പൊടിയും പടലവും കരിയിലേക്ക് പടർത്തി ആ അമ്പാടിയെ അങ്ങോട്ട് മൂടിയിട്ട് നേരെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു. എന്തിനാണ്? കംസൻ കാലെ പിടിച്ച് നിലത്തല്ലേ അടിച്ചോളൂ. ഇത് ഏകദേശം തൃണവർത്തനൊരു സംശയം തോന്നി, ഈ കുട്ടിയാണോ എന്നുള്ളത്. കാരണം ഇവൻ്റെ അടുത്ത് വന്നപ്പോഴാണ്, ഈ വരുന്ന സമയത്ത് കാര്യങ്ങൾ തിരക്കി വരുമ്പോൾ ഈ കുട്ടിയുടെ അടുത്താണ് താടകയും ഷടകാസുരനും ഒക്കെ മരിച്ചതെന്ന് ആരറിഞ്ഞു? തൃണവർത്തൻ അറിഞ്ഞു. പക്ഷേ ഇത് അവിടെ ചെന്ന് കംസനോട് പറയാൻ വേണ്ടി തൃണവർത്തനെ തിരിച്ചു വിടുന്നില്ല ഭഗവാൻ. അപ്പോൾ തൃണവർത്തൻ എന്ത് ചെയ്തു? എടുത്തുകൊണ്ട് ആകാശത്ത് പോയി അവിടെ നിന്നങ്ങ് എറിഞ്ഞു കൊല്ലാം. അപ്പോൾ കംസനേക്കാൾ ക്രൂരത കാണിച്ച് കംസൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ആര്? തൃണവർത്തൻ ചെയ്തത്. എടുത്ത് തോളിൽ ഇരുത്തിക്കൊണ്ട് മുകളിലേക്ക് പോയി. ഭഗവാനും വിചാരിച്ച് എവിടം വരെ പോകട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഇനി അങ്ങോട്ട് വിട്ടുകൊടുത്താൽ തൻ്റെ അമ്മയും ബന്ധുക്കളും ഒക്കെ താഴെ നിന്ന് വിഷമിച്ച് കരയുന്നുണ്ട്, അതവർക്ക് ദുഃഖം കൂടും, അതുണ്ടാവരുന്നുള്ളതുകൊണ്ട് തൻ്റെ കാലുകൊണ്ട് ഞെരിച്ച് തൃണവർത്തനെ വധിച്ചു. തൃണവർത്തൻ ആ രാക്ഷസ രൂപത്തിൽ വന്ന് നിലത്തേക്ക് വീണു. ഭഗവാനാകട്ടെ മെത്തമേൽ വന്നിരിക്കുന്നത് പോലെ ഈ രാക്ഷസൻ്റെ മുകളിൽ വന്ന് മാറത്ത് വന്നിരുന്നു. ഈ പൊടിപടലങ്ങളുടെ ഇടയിലൂടെ ഈ യശോദ നിലവിളിച്ചുകൊണ്ട് ഓടുവാണ്. തൻ്റെ കുഞ്ഞെന്തിയെ എന്ന് ചോദിച്ച്. മറ്റ് ഗോപികമാരെല്ലാവരും ഓടുവാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ആരെ? ഈ കുഞ്ഞിനെ. എല്ലാവരും ഓടുക. ആ സമയത്താണ് ഈ പൊടിപടലങ്ങളൊക്കെ ഒന്ന് അകന്നപ്പോൾ യശോദ വരുമ്പോൾ കാണുന്ന ഒരു ഭീകരനായ രാക്ഷസൻ കിടക്കുന്നു. മുകളിലിരുന്ന് കുഞ്ഞുങ്ങൾ. യശോദ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ ഭഗവതിയുടെ അടുത്തേക്ക് ഓടി. തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്ക് ഓടി. മഞ്ഞൾ വെള്ളം കലക്കി തലവഴിയെ ഒഴിച്ചു, ശത്രുദോഷം മാറാൻ. ഇങ്ങനെയൊക്കെയുള്ള അമ്മമാരുടെ ചില പ്രക്രിയകളുണ്ടല്ലോ, ഇതൊക്കെ ചെയ്തു. പൂക്കൾ, ഭഗവാന്റെ ചന്ദനമൊക്കെ വാരി കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ പൂശി. എൻ്റെ കുഞ്ഞിനെ ഈശ്വരൻ രക്ഷിച്ചു എന്ന് യശോദ സന്തോഷത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ്. ഇങ്ങനെ അവിടെ തൃണവർത്താസുരനെ വെച്ചു. ഇവിടെ തൃണവർത്താസുരൻ ആരാ?
എന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ തൃണവർത്താസുരൻ കാമവാസനയാണ്. ഇവിടെ കാമം എന്ന് പറയുമ്പോൾ അമിതമായ ആഗ്രഹങ്ങളെല്ലാം കാമമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ അർത്ഥമെടുക്കുന്ന സ്ത്രീ പുരുഷ ഭാവത്തിലുള്ള കാമമല്ല ഭാഗവതത്തിലെ ഇതിവൃത്തം. ഇവിടെ കാമം എന്ന് പറഞ്ഞാൽ മോഹങ്ങളെല്ലാം, മനസ്സിലാവില്ലേ, അർഹതയില്ലാത്ത മോഹങ്ങളെല്ലാം കാമമാണ്. മനസ്സിലായോ? അതുകൊണ്ട് അർഹതയില്ലാത്ത കാമങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഈ മോഹങ്ങൾ, അർഹതയില്ലാത്ത മോഹങ്ങൾ വന്നാൽ, കാമങ്ങൾ വന്നാൽ, ഇത് നമ്മളെന്ത് ചെയ്യും? വട്ടം ചുറ്റിക്കും ജീവിതത്തിൽ. അതാണ് ചുഴലിക്കാറ്റായി വന്നു എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആവശ്യമില്ലാത്ത മോഹങ്ങൾ വരുമ്പം അത് മോഹിക്കും. കിട്ടാതെ വരുമ്പം ജീവിതത്തിൽ പിന്നെ സന്തോഷം കാണുമോ? പിന്നെ വീട്ടിൽ വഴക്കായി, നാട്ടിൽ വഴക്കായി, ബന്ധുക്കളോട് വഴക്കായി, ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം വട്ടം ചുറ്റി കണ്ണിൻ്റെ കാഴ്ച. ഇവിടെ എന്തുകൊണ്ട് ഈ പൊടിപടലം പടർത്തി എന്ന് പറയുന്നത്? അതായത് കാമം നമ്മുടെ കാഴ്ചയെ നഷ്ടപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ വട്ടം ചുറ്റിക്കും, നമ്മുടെ കാഴ്ചയെ നഷ്ടപ്പെടുത്തും. മോഹങ്ങളാവുമ്പോൾ മോഹത്തിൻ്റെ പുറകിലേക്ക് പോകും. സ്വന്തം നമ്മളുടെ കയ്യിൽ എന്തുണ്ടെന്ന് പോലും അറിയാതെയുള്ള മോഹങ്ങളിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചയെ തകർക്കും. എന്ത് ചെയ്യണം? ആ കാമത്തെ ഞെരിച്ചങ്ങ് കൊന്നേക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആര്? നമ്മൾ തന്നെ. അതാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. അവിടെ തൃണവർത്താസുരനെയും വധിച്ചു. അങ്ങനെ അടിക്കടി അസുരന്മാരെയൊക്കെ, തൃണവർത്താസുരനെ അടക്കം ഇങ്ങനെയുള്ളവരെ വധിച്ചു. ഇതൊക്കെ കണ്ട് യശോദയുടെ ഉള്ളിലൊരു ഭയം ഉടലെടുത്തു. യശോദയ്ക്ക് ആകെ ഭയമായി. തൻ്റെ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി എന്തോ ഒക്കെ അപകടം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അമ്മയെ ഒന്ന് റിലാക്സ് ചെയ്തില്ലെങ്കിൽ അമ്മ ചിലപ്പോൾ അറ്റാക്ക് വന്ന് ചത്തുവെന്ന് ഭഗവാൻ ഒരു പേടി. കാരണം അത്ര ടെൻഷനായി യശോദയ്ക്ക്. നമ്മളെ വീട്ടിലൊരു കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ആപത്തുകൾ വന്നാൽ നമുക്കൊരു വിഷമം വരത്തില്ലേ? അപ്പോൾ യശോദയുടെ ഈ ടെൻഷൻ റിലാക്സ് ചെയ്യാൻ ഞാനൊരു സാധാരണക്കാരനല്ല എന്ന് ബോധിപ്പിക്കുകയും വേണം. എന്നാൽ തിരിച്ച് അമ്മയെ എന്ന സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ കുഞ്ഞായി കാണുന്ന ഭാവത്തിലാക്കുകയും വേണം. എങ്കിലേ അമ്മയിൽ നിന്നൊരു ആനന്ദം കിട്ടത്തുള്ളൂ. കാരണം എന്താ? ഭഗവാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞിനോടുള്ള ലാളനയുടെ സുഖം ആസ്വദിക്കാനാണ് ഭഗവാൻ ഈ ഒരു രീതിയിൽ ഇവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ കൃഷ്ണൻ ഈ കുഞ്ഞു മണ്ണ് വാരി തിന്നുന്നു എന്നൊരു സംഭവം ഉണ്ടായി. അപ്പോൾ കൂട്ടുകാരൊക്കെ ചെന്ന് പറയും, ദേ ആ കുഞ്ഞു മണ്ണ് വാരി തിന്നുന്നു എന്ന് പറഞ്ഞു. യശോദ ഓടി വന്നു. മണ്ണ് വാരി തിന്നുന്ന സാധനമല്ലോ, വാരി തിന്നുന്നു എന്ന് പറഞ്ഞ് വാ പിടിച്ച് പിളർന്നു നോക്കി. മണ്ണ് വായിലുണ്ടോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ 14 ലോകം എവിടെ കണ്ടു? ആ ഭഗവാന്റെ വായിൽ കണ്ടു. ഈ അപ്പോഴേക്ക് യശോദയ്ക്ക് ആ നിമിഷം യശോദ അറിയാതെ ഈശ്വര എന്നങ്ങ് വിളിച്ചുപോയി. കാരണം തൻ്റെ കുഞ്ഞിൻ്റെ വായ്ക്കകത്ത് സൂര്യനും ചന്ദ്രനും എല്ലാ പ്രപഞ്ചവും നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ യശോദയുടെ എല്ലാ ദുഃഖങ്ങളോടെ മാറി. യശോദ അങ്ങ് റിലാക്സായി. മനസ്സിലായില്ലേ? നിസാരക്കാരനല്ല എന്നൊരു ബോധം വന്നാൽ, ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞ്, അവൻ ഒരു പട്ടി കടിക്കാൻ വരുന്നു, അവൻ കല്ലും എടുത്തുകൊണ്ട് ചെന്നാൽ അവന് തീർച്ചയായിട്ടും പട്ടിയെ ഓട്ടിക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് ഭയം വരുമോ? വരില്ല. അവൻ അതിനുള്ള ധൈര്യം ഇല്ലെങ്കിലോ നമുക്ക് ഭയം വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ കുഞ്ഞ് ശക്തനാണ് എന്ന് കാണിച്ചു. പക്ഷേ അടുത്ത നിമിഷം തന്നെ എന്ത് ചെയ്തു? അത് കഴിഞ്ഞപ്പോൾ ആ വായങ്ങടച്ചപ്പോൾ യശോദയ്ക്ക് തോന്നി, ഓ എനിക്ക് തോന്നിയതാവും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ വായിൽ ഇതൊക്കെ വരുമോ? എനിക്ക് തോന്നിയതാകും എന്ന ചിന്തയിൽ യശോദ വീണ്ടും പഴയ അമ്മ എന്ന ആ ഭാവത്തിലേക്ക് വന്നു. ഇനി യശോദ മുമ്പിൽ ഈ ബോധം തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിൽ പിന്നെ യശോദയ്ക്ക് കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടാൻ പറ്റുമോ? 14 സൂര്യനും ചന്ദ്രനും വായിലുള്ള കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടാൻ യശോദയ്ക്ക് പോലും ഒരു ഭയം വരും, ഇല്ലേ? ഒരു ഇത് വരും. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ യശോദ അതിനെ അങ്ങ് വിസ്മരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ് തൊട്ട് പുറകിൽ ഭഗവാന്റെ നാമകരണ ചടങ്ങുകളാണ്. ഇവിടെ ഭഗവാന് നാമകരണം നടത്തണം. അപ്പോൾ ഇവിടെ നാമകരണം നടത്തേണ്ടത് ആരാ? ശാസ്ത്രവിധി അനുസരിച്ച് അച്ഛനും അമ്മയുമാണ് നാമകരണം ചെയ്യേണ്ടത്. ഇവിടെ യഥാർത്ഥ അച്ഛനും അമ്മയും നന്ദഗോപരും യശോദയും അല്ല. അപ്പോൾ ഇവിടെ വസുദേവർക്ക് ഈ അറിയാലോ, കൃത്യമായിട്ട് ഇത്ര വയസ്സായി ഇത്ര കാലമായി എന്നൊക്കെ ആർക്കറിയാം? വസുദേവർക്കറിയാം. അപ്പോൾ തൻ്റെ മകൻ വേറൊരിടത്താണ് വളരുന്നതെങ്കിലും അവന് നാമകരണം ചെയ്യിക്കണമെന്ന് ആര് തീരുമാനിച്ചു? വസുദേവർ തീരുമാനിച്ചു. നേരിട്ട് വസുദേവർ നാമകരണം ചെയ്യാൻ പോയാൽ കംസൻ ആ നിമിഷം തന്നെ തിരിച്ചറിയും ഈ കുഞ്ഞിനെ. മനസ്സിലാവുന്നുണ്ടോ? കാര്യം കംസൻ അറിയാലോ, 8ാമത്തെ കുഞ്ഞ് എവിടെയോ ജനിച്ചു എന്നൊരു വാക്കുണ്ട്. അത് ദേവകിയുടെ പുത്രനായിരിക്കുന്ന അശരീരിയുണ്ട്. ഈ കുഞ്ഞ് എങ്ങനെയാണ് പോയതെന്ന് കംസൻ അറിയത്തില്ല. കാരണം ജയിലിനുള്ളിൽ കിടന്നതാ, വിലക്കങ്ങിട്ട് കിടന്നതാ. ഈ വിലങ്ങൊക്കെ പൊട്ടിച്ച് എങ്ങനെ കുഞ്ഞ് പോയെന്ന് മാത്രം കംസൻ അറിയില്ല. അപ്പോൾ വസുദേവർ പോയാൽ, പ്രത്യേകിച്ച് രാജാവാണ്, ഈ രാജാക്കന്മാർക്കും ഭരണാധികാരിക്കും ഒക്കെ കൃത്യമായി ചാരപ്പണി ചെയ്യുന്ന ഇൻ്റലിജൻസ് വിഭാഗമുണ്ട്. അത് പണ്ടുമുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, പോലീസിന് ഇൻ്റലിജൻസ് ഉണ്ട്, അന്വേഷിച്ച് കാര്യങ്ങളുണ്ട്. അത് പണ്ടുമുണ്ട് രാജാവിന്. അപ്പോൾ അതുകൊണ്ട് അവർ എന്ന് പറയും വസുദേവർ ഇന്നടുത്ത് പോയി. അത് എന്തിനാ പോയാൽ? അവിടെ ഒരു കുഞ്ഞിനെ കാണാൻ പോയി. എന്തിന്? കുഞ്ഞിന് പേരിടാൻ പോയി. അതെന്തിനാണ് ആ വസുദേവർ നന്ദഗോപര കുഞ്ഞിന് പേരിട്ടത്? അപ്പോൾ ഇത് നന്ദഗോപര മോനല്ല. മനസ്സിലാവുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു? ആചാര്യനായ ഗർഗമുനിയെടുത്തി എന്ന് പറഞ്ഞു. അല്ലയോ ഗർഗാചാര്യരെ, അദ്ദേഹം കുലാചാര്യനാണ്,
ആ ഗുരുനാഥ അങ്ങ് പോയി വളരെ രഹസ്യമായി, കാരണം ഗർഗാചാര്യൻ ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനത്തിന് എല്ലായിടവും യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പോയി എന്ത് ചെയ്യണം, വളരെ രഹസ്യമായി പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് പേരിടണം. അച്ഛൻ്റെ അമ്മയുടെ അസാന്നിധ്യത്തിൽ കുഞ്ഞിന് പേരിടാൻ, ഇനി അച്ഛനും അമ്മയുടെ സാന്നിധ്യത്തിലാണെങ്കിലും കുഞ്ഞിന് പേരിടാൻ ആർക്ക് അവകാശമുണ്ട്? ഗുരുനാഥൻ അവകാശമുണ്ട്. നമ്മൾ പറഞ്ഞു അച്ഛനും അമ്മയും ചേരുന്നതാണ് ഗുരു. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഗുരുവിൻ്റെ ശ്രേഷ്ഠത. അച്ഛനും അമ്മയും ടെയും കർത്തവ്യം കൂടി ഏറ്റെടുക്കുന്ന ആളാണ് യഥാർത്ഥ ഗുരു. ആ രീതിയിൽ ഗുരുനാഥൻ പേരിടാൻ വേണ്ടി ചെന്നു. അന്നാണ് ആദ്യമായിട്ട് യശോദയും നന്ദഗോപരും അറിയുന്നത് ഈ കുഞ്ഞ് തങ്ങളുടെ കുഞ്ഞല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു അമ്മയുടെ ദുഃഖം. തനിക്ക് ജനിച്ച കുഞ്ഞ് പോവുകയും ചെയ്തു, പകരം വന്നത് തങ്ങളുടെ കുഞ്ഞല്ല എന്നറിയുന്ന ഒരവസ്ഥ ആദ്യമായിട്ട്. കാരണം അല്ലാതെ ചെന്നിട്ട് കുഞ്ഞിന് പേരിടാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കത്തില്ലേ, എടാ ഞങ്ങളുടെ കുഞ്ഞിന് എന്തിനാ നിങ്ങൾ പേരിടാൻ വന്ന്, ഞങ്ങളെ കിട്ടാൻ പോരെന്ന് ചോദിക്കത്തില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു, നന്ദഗോപുരം അടുത്ത് നിന്ന് ഗർഗാചാര്യരെ അയച്ചതുകൊണ്ടാണ്. കാരണം ഗർഗാചാര്യരെ അറിവുള്ള ആളാണ്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രാപ്തനാണ്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെ പറഞ്ഞു, ഇത് ഇത്തരം സാഹചര്യത്ത് കൊണ്ടുവന്ന സാക്ഷാൽ നാരായണൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് ഈ കുഞ്ഞായി വന്നത്. ആ കുഞ്ഞിന് പേരിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ നന്ദഗോപർക്ക് സന്തോഷമായി. കാരണം തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എങ്കിലും പകരം ആരെ ലഭിച്ചു? ഈശ്വരനെ തന്നെ, സാക്ഷാൽ നാരായണൻ തന്നെ കുഞ്ഞായി ലഭിച്ചു. പൂന്താനം പണ്ട് പാടിയതുപോലെ അല്ലേ, പൂന്താനത്തിനൊരു കുഞ്ഞ് ജനിച്ചു. വളരെ പ്രായം ഏറിയപ്പോഴാണ് ഗുരുവായൂരപ്പ ഭക്തനായ പൂന്താനത്തിന് ഒരു കുഞ്ഞ് കിട്ടിയത്. പൂന്താനം ഗുരുവായൂർ അമ്പലത്തിലിരുന്ന് ഭജനയും ഉപാസനയൊക്കെ നടത്തിയതിൻ്റെ ഫലമായി ലഭിച്ച കുഞ്ഞാണ്. പൂന്താനം വളരെ സന്തോഷത്തോടെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഓടിച്ചാടി നടന്നു, എനിക്കൊരു കുഞ്ഞു പിറന്നേ, ഗുരുവായൂരപ്പൻ എനിക്കൊരു ഉണ്ണിയെ തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പൂന്താനം സന്തോഷിച്ചു. ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച ദിവസം ബന്ധുക്കളെല്ലാം വിളിച്ചു. തലേന്ന് തന്നെ ഇവരൊക്കെ ഇല്ലത്ത് വന്നു. ഇല്ലത്ത് വന്ന് രാവിലെ ആയപ്പോൾ അമ്മ പൂന്താനത്തിൻ്റെ ഭാര്യ കുഞ്ഞിനെ കുളിപ്പിച്ച് ഈ ചടങ്ങിനെ പോയി കുളിച്ച് കഴിയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒന്നും ഓരോ ഉറക്കമുണ്ട്. അതൊരു പൊതുവിലുള്ള ഒരു ശീലമാണ് അല്ലേ. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് ആ ഇല്ലത്തിനകത്ത് ഒരു ചെറിയ സ്ഥലത്ത് കൊണ്ടുവന്നൊരു തുണിയൊക്കെ വിരിച്ചിട്ട് അവിടെ കിടത്തി. പൊടിപടലങ്ങളൊന്നും പറന്ന് ദേഹത്തോട്ട് വീഴാതിരിക്കാൻ, ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് തിരക്കുണ്ട്, അതുകൊണ്ടൊന്നും വീഴാതിരിക്കാൻ ചെയ്തു. ഒരു കുടയെടുത്ത്, ഓലക്കുടയെടുത്ത്, അന്ന് ഓലക്കുടയാണ്, കുടയെടുത്ത് ആ കുഞ്ഞിൻ്റെ മുകളിലായിട്ട് ചേർത്ത് വെച്ചു. ഇങ്ങനെ അടുത്തായിട്ട് നിവർത്തി അത് ചേർത്ത് വെച്ചു, ആ ഓലക്കുട വെച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ സമയത്ത് ആ വീട്ടിൽ വന്ന അതിഥികൾ ഓരോരുത്തരും പോയി കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ നനഞ്ഞ വസ്ത്രം ഇടാനൊരു സ്ഥലം നോക്കിയപ്പോൾ സ്ഥലം കണ്ടില്ല. ഇവർ നോക്കിയപ്പോൾ കുട ഇങ്ങനെ ഇരിക്കുന്നു. എന്നാൽ പിന്നെ കുടയുടെ മുകളിൽ ഇടാന്ന് വെച്ചാൽ ആദ്യം ഒരാൾ കൊണ്ടിട്ട്, ഈ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നത്തെ അവസ്ഥ എന്തായിരിക്കും? പുറകെ വരുന്ന എല്ലാവരും അല്ലേ, നമ്മുടെ ഒരു പൊതുശീലമുണ്ട്, ആരെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ അത് പിന്തുടരും. അപ്പോൾ ഓരോ ആൾക്കാർ വന്നവർ എന്ത് ചെയ്തു, ഈ കുടയുടെ മുകളിൽ കൊണ്ട് തുണി ഇട്ടു. ഈ നനഞ്ഞ തുണി കൊണ്ട് ഈ കുട മൂടി, ഈ കുടയ്ക്കുള്ളിൽ കിടന്ന കുഞ്ഞു മൂടിപ്പോയി. ശ്വാസം മുട്ടി ഈ കുഞ്ഞു മരിച്ചു. കുറേ സമയം കഴിഞ്ഞ് ചടങ്ങിൻ്റെ സമയത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയ അമ്മ അലറിക്കരഞ്ഞുകൊണ്ട് ജീവനില്ലാത്ത കുഞ്ഞിനെയും കൈ പിടിച്ചുകൊണ്ട് ഓടി വന്നു. എല്ലാവരും ഭയന്ന് എന്തു പറയണമെന്നറിയില്ല. കർമ്മം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന പൂന്താനത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് ആ അമ്മ പറഞ്ഞു, നമ്മുടെ കുഞ്ഞു പോയി, നമ്മുടെ കുഞ്ഞില്ല എന്ന് പറയുമ്പോൾ പൂന്താനം കണ്ണുകളടച്ച് അനങ്ങാതെ അങ്ങിരുന്നു. എല്ലാവരും വിചാരിച്ചു പൂന്താനം തകർന്നു. കാരണം ഒരച്ഛൻ്റെ ഹൃദയം ആ അവസ്ഥയിലാണ് പൂന്താനം ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പൂന്താനം ഒരു ചെറു പുഞ്ചിരിയോടെ കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, ഗുരുവായൂരപ്പൻ തന്നു, ഗുരുവായൂരപ്പൻ എടുത്തു. ഗുരുവായൂരപ്പന് തോന്നിക്കാണും ഈ കുഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഗുരുവായൂരപ്പനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിക്കാണും. ആ ശ്രദ്ധ കൂടി ഇതിലേക്ക് പോയി, കുഞ്ഞിലേക്ക് പോയെന്ന് ഗുരുവായൂരപ്പൻ. അപ്പോൾ ഗുരുവായൂരപ്പനെ ഞാൻ ശ്രദ്ധിക്കണമെന്ന് ആരാഗ്രഹിച്ചു? ഗുരുവായൂരപ്പൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൂന്താനം നേരെ ഗുരുവായൂരപ്പനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കുക, എത്ര നിഷ്കളങ്കമായ ഭാവം, ആ ഭഗവാനോടുള്ള സമർപ്പണം. തനിക്ക് കുഞ്ഞിനെ തന്ന ആ ഈശ്വരൻ ആ കുഞ്ഞിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈശ്വര ഇച്ഛയാണ് എന്ന് പോലും ചിന്തിച്ച് ഭഗവാന് മുന്നിൽ മനസ്സ് സമർപ്പിച്ച ഗുരുവായൂരപ്പൻ ആ ദുഃഖത്തെക്കുറിച്ച് പിന്നീട് പറയുന്നത്, ആ പൂന്താനം ജ്ഞാനപ്പാനെ എഴുതുമ്പോൾ അതിനകത്ത് അദ്ദേഹം അതിൻ്റെ വരി കൊടുത്തിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേറെ വേണമോ മക്കളായി. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഓടി വന്ന് തൻ്റെ ഉള്ളിൽ കിടന്ന ആ കുഞ്ഞുണ്ണിയായി കളിക്കുമ്പോൾ, ആ ഗുരുവായൂരപ്പൻ മനസ്സിൽ നിറഞ്ഞു കളിക്കുമ്പോൾ പിന്നെ എനിക്ക് കളിപ്പിക്കാൻ വേറൊരു കുഞ്ഞിനെ ആവശ്യമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ യശോദയുടെ അവസ്ഥ ഏതാ? സ്വന്തം കുഞ്ഞു പോയി, പകരം ആരെ കിട്ടി? സാക്ഷാൽ ഭഗവാനെ കിട്ടി. ആ ആനന്ദത്തിലേക്ക് എത്തിയ യശോദ തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട ദുഃഖത്തെ മറന്നു. എന്തുകൊണ്ട്? ഭഗവാനെ
പകരം തനിക്ക് കുഞ്ഞായി കിട്ടിയില്ലേ? അല്ലെങ്കിൽ കിട്ടുമോ ഇങ്ങനൊരു ഭാഗ്യം? അത് ആ അവസ്ഥയിലെത്തി. അങ്ങനെ കുഞ്ഞിനെ നാമകരണം ചെയ്തു. ആ ദിവസമാണ് ആദ്യമായിട്ട് ഈ വസുദേവരുടെ പത്നിയായ രോഹിണിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അന്നേരമാണ് 7ാമത്തെ കുഞ്ഞ് രോഹിണിയുടെ ഉദരത്തിൽ ജനിച്ചത്. ആ കൃഷ്ണനും കുഞ്ഞുമായിട്ട് ബലരാമനുമായി ഒന്നിക്കുന്ന അപ്പോഴാണ്. ബലത്തോടു കൂടിയവനായതുകൊണ്ട് അവന് ബലരാമൻ എന്ന് പേരിട്ടു, സംഘർഷൺ എന്ന് പേരിട്ടു. സർവരെയും യോജിപ്പിക്കുന്നവനായതുകൊണ്ടും രമിപ്പിക്കുന്നവനായതുകൊണ്ടും കൃഷ്ണവർണ്ണത്തോടു കൂടി ആയതുകൊണ്ടും തൃഷ്ണയെ ഇല്ലാതാക്കുന്നവനായതുകൊണ്ടും കൃഷ്ണൻ എന്ന് പേരിട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഭഗവാന്റെ വർണ്ണത്തിനെയും കൂടെ നോക്കിയിട്ടാണ് പേരിട്ടത്. കൃഷ്ണ വർണ്ണത്തോടു കൂടിയവൻ കൃഷ്ണൻ. എന്താ കൃഷ്ണവർണ്ണം? എന്താ കൃഷ്ണവർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഭഗവാന്റെ നിറം ഇങ്ങനെ പലയിടത്തും നോക്കുമ്പോൾ പല ചിത്രകാരന്മാരും കൃഷ്ണവർണ്ണം എന്ന് പറഞ്ഞ് അടിച്ചു വെക്കുന്നത് നീല കളറാണ്. നീലയല്ല, നല്ല കറുപ്പാണ്. മനസ്സിലായില്ലേ? തനി കറുപ്പാണ് ഭഗവാൻ, കൃഷ്ണൻ്റെ നിറം. പക്ഷേ ഈ കറുപ്പ് വരയ്ക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഭംഗി തോന്നാത്തതുകൊണ്ടായിരിക്കും എന്തായാലും ഇപ്പം വരച്ച് നീലയൊക്കെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ്റെ നിറം കൃഷ്ണവർണ്ണം എന്ന് പറഞ്ഞാൽ പലരുടെയും ധാരണ നീലയാണ്. അല്ല, കാർമുകിലിൻ്റെ വർണ്ണമാണ്. കാർമുകിൽ അറിയാലോ, ആകാശം മൂടുന്ന കാർമുകിലിന് എന്ത് കളറാണ്? കറുപ്പാണ്. ഇവിടെ ഭദ്രകാളിയുടെ നിറവും കറുപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ദേവിയെ സ്തുതിക്കുന്ന ഒരു സ്തുതിയിൽ പറയും സാക്ഷാൽ ഭദ്രകാളി തന്നെയാണ് കൃഷ്ണൻ എന്ന് പറയാറുണ്ട്. കാര്യം ഈ കറുപ്പിൻ്റെ പ്രത്യേകത എന്താ? സർവ്വഗുണങ്ങളെയും ഉള്ളിലാക്കുന്ന നിറമാണ് കറുപ്പ്. നിങ്ങൾ വേറെ ഏത് നിറങ്ങൾ തമ്മിൽ ചേർത്ത് നോക്കേ, വേറൊരു കളറായി മാറും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ മഞ്ഞയും ചുവപ്പും ചേർത്തൊക്കെ വേറൊരു കളറാവും. നീലയും അതണക്കനെ വേറൊരു നിറവും വെള്ളയും ചേർത്തൊക്കെ വേറെ എന്തെങ്കിലും ലൈറ്റ് ഇല്ലേ ബ്ലൂ ആയി മാറും. ഏത് കളർ ചേർത്താലും വേറൊരു കളറാവും. പക്ഷേ നിങ്ങൾ ഏത് കളർ കറുപ്പി ചേർത്താലും എന്തായി മാറും? ഏത് കളർ കറുപ്പി ചേർത്താലും എന്താവും? അത് കറുപ്പേ ആവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എല്ലാത്തിനെയും ഉള്ളിലാക്കിയിട്ടുള്ളവൻ, അതാണ് ഭഗവാന്റെ കറുപ്പിൻ്റെ പ്രത്യേകത. അതാണ് കൃഷ്ണസ്വരൂപം. എല്ലാ ഗുണങ്ങളെയും തൻ്റെ ഉള്ളിലാക്കി. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോരോ ഗുണത്തെ പ്രകടിപ്പിക്കാതെ എല്ലാത്തിൻ്റെയും അധിപസ്ഥാനത്ത് നിൽക്കുന്നവനാണ് കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണൻ എന്ന് പേരിട്ടു. അങ്ങനെ നാമകരണം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടൊരു പ്രധാന ലീല നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. ഇവിടെ ഭഗവാന്റെ ഒരു ലീലയാണ്. പിന്നെ ഭഗവാന്റെ ലീലകളിൽ ചിലതിന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ബാഹ്യമായ കേവല ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ലീലകളും ഭഗവാൻ ആടിയിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ പറഞ്ഞായിരുന്നല്ലോ, കൃഷ്ണലീലകൾ അത്യന്തം ജ്ഞാനപ്രദമാണ്, അത്യന്തം ഗൂഢമാണ്, നിഗൂഢങ്ങളിൽ വെച്ച് നിഗൂഢമാണ്. അത്ര കണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി അന്വേഷിച്ചാലേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ച് നമ്മളൊരു വ്യാഖ്യാനം കൊടുക്കും. അങ്ങനെ ഭഗവാന്റെ 3 ലീലകളെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ഒന്ന്, വെണ്ണ എടുത്തത്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു? വെണ്ണ കള്ള എന്ന് വിളിച്ചു. മനസ്സിലായില്ലേ? ഭഗവാനെ കള്ള എന്ന് വിളിക്കുന്നതിന് ഒരു മടിയും നമുക്ക് തോന്നിയില്ല. രണ്ടാമത്തെ ഒരു ലീല എന്ന് പറഞ്ഞാൽ ഭഗവാൻ കുളിക്കാൻ പോയവരെ തുണി വാരിക്കൊണ്ടുപോയി. മോശപ്പെട്ട പണിയാണ് അല്ലേ? കുളിക്കാൻ പോയവരെ തുണി വാരിക്കൊണ്ടുപോയി നല്ല പണിയാന്ന് പറയാൻ പറ്റുമോ? നമ്മളെ വീട്ടിലെ നമ്മളെ തുണി നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടി കുളിക്കാൻ പോയപ്പോൾ എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ പറയുമോ നല്ല പണിയാണെന്ന്? പറയുമോ? അപ്പം നമ്മളൊരു കൊച്ചുകുട്ടിയല്ലേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ ചെന്ന് പറയുന്നതായിരിക്കും അവൻ മുളയിലിരുന്നപ്പോൾ ഇത്രയും, അപ്പോൾ ഇവൻ വളർന്നാൽ എന്തായിരിക്കും എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ല, കൊച്ചാണെന്ന് പറഞ്ഞ് ക്ഷമിക്കുമോ? നമ്മൾ ഒരിക്കലും ക്ഷമിക്കില്ല. 1-2 പേരുടെ അല്ല, വീട്ടിൻ്റെ അടുത്തുള്ള കുളിമുറിയിൽ നിന്നപ്പോൾ തുണി എടുത്തുകൊണ്ട് പോയതല്ല. വീട്ടിൽ നിന്ന് കിലോമീറ്റർ ദൂരത്തിൽ പോയി കുളിക്കാൻ പോയപ്പോൾ 100 കണക്കിന് പേരുടെ തുണിയാണ് എടുത്തുകൊണ്ട് പോയത്. ശരിയല്ലേ? അതൊരു ആ ലീല. എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു അർദ്ധരാത്രിയിൽ എല്ലാ ഗോപികമാരെയും യമുനാ നദി തീരത്ത് വിളിച്ചുകൊണ്ട് പോയി രാസലീല എന്ന് പറയുന്ന രാസലീല ആടിയിട്ടുണ്ട്. ഈ 3 ലീലകളും യഥാർത്ഥത്തിൽ ഗോപികമാരെ ഉയർത്താനുള്ള ഭഗവാന്റെ ഒരു വിദ്യാഭ്യാസമാണ്. മനസ്സിലായില്ലേ? ഗോകുലത്തിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാരാ? ഗോപികമാരാണ്. ആ ഗോപികമാരെ ഉയർത്തേണ്ടത് ആവശ്യമാണ്. എന്താ കാരണം? ഭഗവാനെ തങ്ങളുടെ എല്ലാത്തിനും ഉപരിയായി സ്നേഹിച്ചവരാണ് ഗോപികമാർ. ഈ ഗോപികമാരൊക്കെ എന്ന് വെച്ചാൽ ഭഗവാന്റെ പ്രായക്കാരൊന്നുമല്ല. ഗോപികമാരൊക്കെ ഭഗവാന്റെ അമ്മയായ യശോദയുടെ പ്രായമുള്ളവരുണ്ട്. ഭഗവാനെ മുലയൂട്ടിയിട്ടുള്ള ഗോപികമാർക്ക് വരെ ഭഗവാനോട് പ്രേമമാണ്. ഇവിടെ പ്രേമം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന ആണും പെണ്ണും തമ്മിലുള്ള കല്യാണം കഴിക്കാനുള്ള പ്രേമം അല്ല ഇവിടുത്തെ പ്രേമം. അതുകൊണ്ടാണ് ഒരു ഗോപികയും ഭഗവാൻ കല്യാണം കഴിച്ചിട്ടുമില്ല, ഒരു ഗോപിക അതിൻ്റെ പേര് കേസ് കൊടുത്തിട്ടുമില്ല, ഒരു ഗോപികയും ഇല്ലേ ഭഗവാനെ വഞ്ചക എന്ന് വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? നമുക്ക് തന്നെ സംശയമുണ്ട്. ഭഗവാനുമായിട്ട് എപ്പോഴും ചേർത്ത് പറയുന്ന പേര് രുക്മിണിയേക്കാൾ കൂടുതൽ പറയുന്ന രാധ എന്ന പേരാണ് അല്ലേ? എന്നിട്ടും ചിലർക്കൊരു ഇപ്പോഴും സംശയമുണ്ട്, എന്തേ ഭഗവാൻ രാധയെ വിവാഹം കഴിക്കാത്തത്? അത്രയും സ്നേഹിച്ചിരുന്നെങ്കിൽ. അവിടെ ലൗകിക സ്നേഹമല്ല, ആത്മീയ ബന്ധമാണ്. മനസ്സിലാവുന്നല്ലോ? തന്നിൽ നിന്ന് വേറിട്ട് രാധയെ ആര് കണ്ടിട്ടില്ല? കൃഷ്ണൻ കണ്ടിട്ടില്ല.
ആത്മീയ ഭാവമാണ്. ഒരിക്കലും ഗോപികമാരുടെ പ്രണയം, അതാണ് പറഞ്ഞത്, അമ്മയുടെ പ്രായത്തിലുള്ളവർ വരെ കൃഷ്ണനെ മോഹിച്ചിരുന്നു. അമ്മയുടെ പ്രായത്തിനേക്കാളും അമ്മൂമ്മയുടെ പ്രായമുള്ളവർ വരെ മോഹിച്ചു. അപ്പോൾ പ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഈ ഗോപികമാർ തങ്ങളുടെ മക്കളെക്കാളും തങ്ങളുടെ ഭർത്താക്കന്മാരെക്കാളും തങ്ങളുടെ സർവ്വതിനേക്കാളും കൂടുതൽ ആരെ സ്നേഹിച്ചു? കൃഷ്ണനെ സ്നേഹിച്ചു. ഈ കൃഷ്ണൻ പിന്നീട് ഇവിടം വിട്ട് പോകുമെന്ന് കൃഷ്ണനറിയാം. കംസനെ വധിക്കാനും ഒക്കെ ആയിട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ഇത്രയും ഗോപികമാർക്കുണ്ടാകുന്ന ദുഃഖം വളരെ വലുതായിരിക്കും. ആ ദുഃഖം ഉണ്ടാകാതിരിക്കാനും ഈ ഗോപികമാരുമായുള്ള ഭാവം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനും ആടിയ ലീലകളാണ് ഈ 3 ലീലകൾ. അതാണ് അത്യന്തം നിഗൂഢ ലീലകളെന്ന് പറഞ്ഞത്. അതിലെ ഒരു ആദ്യത്തെ ലീലയാണ് വെണ്ണാപഹരണം. ഇത് ഗോപികമാരുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഗോപികമാരെ വീട്ടിൽ കയറിയാണല്ലോ വെണ്ണ എടുത്തത്, അല്ലേ? യശോദ എടുത്ത് പരാതി പറയാൻ ചെന്നതാരാ? ഇത്രയും സ്നേഹിക്കുന്ന ഗോപികമാർ തന്നെ. യശോദേ, നിനക്കൊരു മകനുണ്ടെന്ന് പറഞ്ഞത് മര്യാദയ്ക്ക് വളർത്തിക്കോണം. മഹാകുരുത്തം കെട്ടവനാ. നിൻ്റെ മകനെ നീ കെട്ടിയിട്ട് വളർത്തിക്കണം, അല്ലെങ്കിൽ മര്യാദയ്ക്ക് വളർത്തണം. ഞങ്ങളെ വീട്ടിൽ കയറി വെണ്ണ എടുത്തുകൊണ്ട് പോവാം, ഞങ്ങളെ വീട്ടിലെ കലം തല്ലി പൊട്ടിക്കുക, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളെ വീട്ടിൽ വന്ന് നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് അയലത്തെ വീട്ടിലെ ചേച്ചിമാരിങ്ങനെ വന്ന് പറഞ്ഞാൽ നമുക്കും നമ്മുടെ കുഞ്ഞിനോട് എത്ര സ്നേഹം ഉണ്ടെങ്കിലും നമുക്ക് വിഷമം വരത്തില്ലേ? വിഷമം ദേഷ്യമായി മാറത്തില്ലേ? അവരെ ബോധിപ്പിക്കാനെങ്കിലും കുഞ്ഞിനെ പിടിച്ച് 4 അടി കൊടുക്കുമോ? ഇല്ലേ? വന്നവരോട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പോയി. അതുകൊണ്ട് എന്ത് ചെയ്യും? അവരെ ബോധിപ്പിക്കാനെങ്കിലും സ്വന്തം കുഞ്ഞിനെ പിടിച്ച് 4 അടി കൊടുക്കും. അടി കൊടുത്തിട്ട് അവർ പോയി കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യും. മോനെ ഞാൻ അതുകൊണ്ട് അടിച്ചാടാ, ഇങ്ങനെ ആടാ, ഇങ്ങനെ ഇല്ലേ എന്നൊക്കെ പറയുകയും ചെയ്യും. ഇതാണ് അമ്മമാർ ഓരോ തവണ ശിക്ഷിക്കുമ്പോഴും കുഞ്ഞിനത് ഇഷ്ടമാണ്. എന്താ കാര്യം? അമ്മയുടെ നിന്ന് നല്ലൊരു അടി കിട്ടിയ ഇച്ചിരി കഴിയുമ്പോൾ അമ്മയുടെ നിന്ന് സ്നേഹം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഒരടി അടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അന്ന് മധുര പലഹാരം ഉണ്ടാക്കി കൊടുക്കും, ഉറപ്പാണ്. എന്താ കാര്യം? കുഞ്ഞിൻ്റെ പിണക്കം മാറ്റാൻ. കുഞ്ഞിനുമായിട്ട് ഒരിക്കലും പിണങ്ങി മാറാൻ ആർക്ക് സാധിക്കില്ല? അമ്മമാർക്ക് സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഭഗവാന്റെ വെണ്ണാപഹരണം നമുക്കൊന്ന് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാതെ ഭഗവാനെ ഇപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നതെന്ന് നമ്മളൊന്ന് വേർതിരിച്ച് പഠിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഗോപികമാർ വന്ന് പറയുന്നത് സത്യമാണ്. ഗോപികമാരുടെ വീടുകളിൽ കയറി വെണ്ണ എടുക്കാറുണ്ട്. കൃഷ്ണൻ മാത്രമല്ല, കൂട്ടുകാരടക്കം കയറി എടുക്കാറുണ്ട്. വെണ്ണ എടുക്കുന്നതല്ല കഷ്ടം, വെണ്ണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രക്രിയയുണ്ട്. അതാണ് കൃഷ്ണൻ്റെ പണി. പ്രത്യേകിച്ചും കൃഷ്ണനാണ് കയറിയെന്ന് തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. വെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഇരുന്ന കലം മൊത്തം അടിച്ചു പൊട്ടിച്ചിട്ടേ ആശാൻ പുറത്തു പോകത്തുള്ളൂ. ആശാൻ ഇഷ്ടം കലം പൊട്ടിക്കലാണ്. മനസ്സിലല്ലേ? നമ്മളിപ്പോൾ ഓണത്തിനൊക്കെ കണ്ണ് കെട്ടി കല പൊട്ടിക്കരുത്. കണ്ണ് ഒന്നും കെട്ടത്തില്ല, അല്ലാതെ കല പൊട്ടിക്കും. കാരണം എന്താ? ഈ കല എപ്പോൾ വേണമെങ്കിലും അടിച്ചു പൊട്ടിക്കാൻ ഒരു കമ്പുമായിട്ടാണ് നടക്കുന്നത്. ഈ പശുവിനെ മേയ്ക്കുന്ന കാലി കമ്പുണ്ടല്ലോ, ഇതുമായിട്ടാണ്. ഇവിടെ ഈ ഗോപികമാർക്ക് ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് കൃഷ്ണൻ എൻ്റെ വീട്ടിൽ വരണമെന്ന ആഗ്രഹം ആർക്കുണ്ട്? ഗോപികമാർക്കുണ്ട്. പക്ഷേ മോനെ ഇന്ന് എൻ്റെ വീട്ടിലോട്ടൊന്ന് വാടാന്ന് വിളിച്ചാൽ പറയും സൗകര്യമില്ലെന്ന് പറയും. മനസ്സിലായി? കൃഷ്ണൻ അങ്ങനെയാണ്. എല്ലാ കുസൃതികളും കുരുത്തക്കേടുകളും ഉള്ള കുട്ടിയാണ് കൃഷ്ണൻ. കുഞ്ഞുങ്ങളെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരിക്കലും അവരെ കുസൃതിയെ നമ്മൾ തടസ്സം നിൽക്കരുത്. കാരണം അവരുടെ വളർച്ചയുടെ ഒരു ലക്ഷണമാണ് അല്പം കുസൃതിയൊക്കെ. ഇന്ന് നമ്മൾ ചെയ്യുന്നതാ, അതിനെല്ലാം കമ്പ് എടുത്ത് പേടിപ്പിച്ച് വിരട്ടി കുഞ്ഞുങ്ങളെ അവസാനം മാനസിക രോഗിയാക്കി മാറ്റും. വിഷാദ രോഗത്തിലാവും കുഞ്ഞുങ്ങൾ ഓടിയും ചാടിയും കുസൃതിയും കുരുത്തക്കേടും ഒക്കെ കാണിക്കണം. അതെല്ലാം കാണിച്ചു തന്നെയാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതിനുള്ള സാധ്യതയും കൂടെ. കാര്യം വളരുമ്പോൾ അതൊക്കെ തനിയെ അങ്ങ് മാറിക്കോളും, അല്ലേ? ഇല കൊഴിഞ്ഞ് വൃക്ഷം വളരുന്നത് പോലെ തന്നെ അതൊക്കെ അങ്ങ് മാറിക്കോളും. വളരുമ്പോൾ അവർക്ക് വേണ്ട അറിവ് പകർന്നു കൊടുത്താൽ മതി. അവർ സ്വയം തിരിച്ചറിയണം, ഇത് തെറ്റാണ്, അത് തെറ്റാണ്, അതെടുത്ത് എറിയാൻ പാടില്ല, ഇതെടുത്ത് എറിയാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് അവർ തിരിച്ചറിയുമ്പോൾ എന്ത് ചെയ്യും? അവർ സ്വയം മാറ്റും. സ്വയം മാറ്റുന്ന ഒരു ശീലത്തെ പിന്നെ ഒരിക്കലും അവർ സ്വീകരിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പേടിപ്പിച്ചാണ് മാറ്റുന്നതെങ്കിൽ നമ്മൾ അടുത്തില്ലാത്തപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്യും? പഴയ ശീലത്തിലേക്ക് പോകത്തില്ലയോ? അതെപ്പോഴും നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനൊന്ന് വിളിച്ചാൽ ആര് വരില്ല? കൃഷ്ണൻ വരുത്തില്ല. അപ്പോൾ കൃഷ്ണനെ വരുത്താൻ എന്താ ഒരു തന്ത്രം? എന്താ കൃഷ്ണനെ വരുത്താൻ ഒരു തന്ത്രം? കൃഷ്ണൻ രാവിലെ ഉറക്കണീറ്റ് വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നത് ഗോപികമാർ ശ്രദ്ധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഗോപികമാർ വീട്ടിനകത്ത് നിന്നിട്ട് ഉറക്കെ പറയും, ഇന്ന് ഒത്തിരി വെണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇല്ല രവൻ കാണല്ലേ, എടുത്ത് മേളി വെക്കണോ ഇന്ന്. എന്താ കാരണം? ഇതാര് കേൾക്കണം? കൃഷ്ണൻ കേൾക്കണം. അല്ലെങ്കിലോ രണ്ടാമത് ചില ഗോപികമാർ വെണ്ണ എടുത്ത് കയ്യിൽ ഉരുട്ടാലോ, പന്ത് പോലെ ഉരുട്ടി വെളിയിലൊക്കെ കൊണ്ടുവന്നിട്ടേക്ക്, ഒത്തിരി കിട്ടിയിട്ടുണ്ട് ഡീ ശാന്തേ, എനിക്കിന്ന് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അതിലത്തെ വീട്ടിലൊക്കെ വിളിച്ചൊന്ന് പൊക്കി കാണിക്കും. ഇവിടെ ശാന്തയൊന്നും ഇല്ലല്ലോ, സന്തോഷമായി. ഇല്ലെങ്കിൽ എന്നെ എടി ശാന്തയെന്ന് വിളിച്ചൊന്ന് പരാതിയായിട്ട് കമ്മിറ്റി ഓഫീസിലെങ്ങാനും ചെന്ന് പരാതി പറയും. അപ്പോൾ ഈ വെണ്ണയൊക്കെ എടുത്ത് ഇങ്ങനെ പൊക്കി കാണിക്കും, ഇതായത് കണ്ടില്ലേ എനിക്ക് ഒത്തിരി വെണ്ണ കിട്ടി. ഇത് ആര് കാണണം? കൃഷ്ണൻ കാണണം. പക്ഷെ കൃഷ്ണൻ ഇത് കണ്ടതുമില്ല കേട്ടതുമില്ല. മനസ്സിലായോ? ഇത് കേൾക്കുന്നുണ്ട്, പക്ഷേ കേട്ട ഭാവം നടിക്കാറില്ല. കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ട്, നേരെ നടന്നങ്ങ് പോകും. കൃഷ്ണനെ കാത്തൊരു കൂട്ടം അവിടെ ഇരിപ്പുണ്ട്, കൂട്ടുകാരെല്ലാം കൂടെ. ഇവർ ചെല്ലുന്നത്, കൃഷ്ണനാണ് ലീഡർ, ചെല്ലുന്ന കാത്താണ് ഇവരിയ്ക്കുന്നത്. ചെല്ലുമ്പോഴേ ഇവർ പറയും, കൃഷ്ണ ഇന്ന് എവിടെയാണ് പണി കാണിക്കേണ്ടത്? ഇവർക്കൊരു രസമോ, എവിടെയാണ് പോകേണ്ടത്? കൃഷ്ണൻ ആലോചിക്കും. വന്നപ്പോൾ ശ്യാമള ബഹളം വെച്ച്
ഗോമതി ബഹളം വെച്ചു ഇല്ലേ, കൗസല്യ പറഞ്ഞു, എന്നാൽ ഇന്ന് ഏതവളെ വീട്ടിൽ പോകണമെന്ന് സെലക്ട് ചെയ്യും. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യും, ആ വീട്ടിലെ കുട്ടിയെ പിടിച്ചിട്ട് മുന്നിൽ നിർത്തും. എന്നിട്ട് പറയും ഇന്നത്തെ ടീം ലീഡർ നീയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗോമതിയുടെ വീട്ടിൽ കയറണമെങ്കിൽ അന്നത്തെ ടീം ലീഡർ ആരായിരിക്കും? ഗോമതിയുടെ മോനാണ്. പിടിച്ച് മുന്നിൽ നിർത്തും. എന്നിട്ട് പറയും നിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്, നീ പൊന്നോളാൻ പറയും. അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വീട് കുത്തി തുറപ്പിക്കും, അല്ലെങ്കിൽ ഓടിളക്കിക്കും, ഇല്ലെങ്കിൽ വാതിൽ തുറക്കാൻ പറ്റുന്നതാണെങ്കിൽ തുറപ്പിക്കും. ആ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് കയറി കഴിഞ്ഞിട്ട് വെണ്ണ എടുക്കുന്ന ജോലി കൃഷ്ണൻ്റേതാണ്. വെണ്ണ എടുക്കും. കാര്യം എന്താ? ഈ വെണ്ണ തനിക്ക് കഴിക്കാൻ വേണ്ടിയല്ല എടുക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വെണ്ണയുള്ള വീട്ടിൽ നിന്നാണ് കൃഷ്ണൻ വരുന്നത്. ഏറ്റവും കൂടുതൽ പശുക്കളുള്ളത് എവിടെയാണ്? നന്ദഗോപുര വീട്ടിലാണ്. ഏറ്റവും കൂടുതൽ വെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ കേന്ദ്രമാണ് യശോദ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പണ്ടേ അമ്മമാർക്ക് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ ഏറ്റവും വലിയ കുടിൽ വ്യവസായത്തിൻ്റെ ഉടമസ്ഥയായിരുന്നു യശോദ. അതുകൊണ്ടാണ് യശോദ വെണ്ണയെടുത്തും തൈര് കടഞ്ഞും പാലും ഒക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആളാണ്. മനസ്സിലായോ? അല്ല ഇന്നത്തെ അമ്മമാരാണൊക്കെ മടി പിടിച്ചിരുന്നിട്ട് വീട്ടിൽ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കാൻ ചേട്ടൻ കൊണ്ടുവരട്ടെ എന്ന് മാത്രം പറഞ്ഞിരിക്കുന്ന ആളല്ല യശോദ. പണ്ടേ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ 2 ചക്രങ്ങൾ ഒരുപോലെ ഉരുളണം. മനസ്സിലാവുന്നുണ്ടോ? അതിനൊന്നും അങ്ങനെയുള്ള ആ കുടുംബ വ്യവസായത്തിൻ്റെ ഉടമസ്ഥയാണ് യശോദ. യശോദ ഇതൊക്കെ ചെയ്യുമായിരുന്നു. യശോദയ്ക്ക് ഏറ്റവും വലിയ വിഷമം അതാണ്. തൻ്റെ വീട്ടിൽ ഇത്രയും വെണ്ണയുണ്ടായിട്ട് ഒരു ഇച്ചിരി വെണ്ണയും കൊണ്ട് ചെന്നാൽ കഴിക്കാത്ത ചെറുക്കനാണ് നാട്ടുകാരെ വീട്ടിൽ പോയി വെണ്ണ എടുക്കുന്നത്. ഇതാണ് യശോദയുടെ ദുഃഖം. വീട്ടിൽ നിന്ന് ആവശ്യം പോലെ ഉണ്ട് കഴിക്കാൻ, കിടന്ന് ഉരുളാനുണ്ട്. വീട്ടിലില്ലാത്ത വസ്തു വേറെടുത്ത് പോയി എടുത്താൽ നമുക്ക് പറയാം, അത്ര വിഷമം വരുന്നില്ല. ഇല്ലാത്തത് കൊണ്ടാന്ന് പറയാം. ഇത് വീട്ടിലുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും വെണ്ണ ഈ ഉറി തൂങ്ങിക്കിടന്ന് എടുത്തു കൊടുക്കും. ഈ കൊടുക്കുന്ന മാത്രയിൽ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും. എടുത്തു കൊടുക്കുന്ന യന്ത്രം മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടം. വേറൊരാൾ കയറി വെണ്ണ എടുക്കാത്തതുകൊണ്ട്. കാരണം എടുക്കുന്നവന് കിട്ടത്തില്ലല്ലോ കഴിക്കാൻ. എടുക്കുന്നവൻ തൂങ്ങിക്കിടന്ന് എടുത്ത് കൊടുക്കൽ മാത്രമാണ്. ഇത് കുട്ടികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കൂട്ടം ആൾക്കാർ പുറത്ത് കാത്തിരിപ്പുണ്ട്, കുരങ്ങന്മാർ. അവർക്കും കൊടുക്കും. എന്താ കാര്യം? രാമാവതാര കാലത്ത് തന്നെ സഹായിച്ച വാനരന്മാർക്ക് അന്നൊന്നും കൊടുക്കാതെയാണ് തിരിച്ച് അയോധ്യയിലേക്ക് പോയത്. അന്നേ വാനരന്മാർ നോക്കി, ഭഗവാനെ ഞങ്ങളെ അങ്ങ് മറന്നോ? ഇല്ല, കൃഷ്ണാവതാരത്തിൽ വേണ്ട പരിഗണനയൊക്കെ തന്നേക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വെണ്ണയുടെ ഒരു പങ്ക് അവർക്കും കൊടുക്കും. ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കയ്യിലിരിക്കുന്ന കമ്പ് കൊണ്ട് കലം അടിച്ചങ്ങ് പൊട്ടിക്കും. ഇതാണ് ഏറ്റവും വലിയ ദുഃഖം ഈ ഗോപികമാർ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പരാതിയായിട്ട് എവിടെ വരും? യശോദ എടുത്തു വരും. യശോദ നേരെ കൃഷ്ണനെ പിടിച്ച് നേരെ അടുത്ത് നിർത്തി, ചെവിയിൽ പിടിച്ചു നിർത്തി, കയ്യിലിരിക്കുന്ന കമ്പ് കൊണ്ട് യശോദ സ്നേഹമുണ്ട്, പക്ഷേ ദേഷ്യവും ദുഃഖവും ഉള്ളത് കൊണ്ട് യശോദ ഈ കമ്പ് കൊണ്ട് അടി കൊടുക്കും. അടി കൊടുക്കുമ്പോൾ കൃഷ്ണൻ പറയും, അമ്മയുടെ മകൻ കട്ടിട്ടില്ല, കൃഷ്ണൻ കക്കില്ലമ്മേ, അമ്മയുടെ മകൻ ഒരിക്കലും കക്കില്ല, കൃഷ്ണൻ കട്ടിട്ടില്ല. എന്നിട്ട് പറയുന്നത് എന്താ? ഇവരുടെ മകനാണ് കള്ളൻ. മനസ്സിലായില്ലേ? ആരാണോ കുറ്റം പറഞ്ഞു വന്നത് വാദിയെ പ്രതിയാക്കും. ഇവരുടെ മകനാണ് കള്ളൻ. ഇത് ഇവർക്കും അറിയാം. എന്നിട്ട് ഇവർ അത് മറച്ചു വെച്ചുകൊണ്ട് അമ്മയുടെ മോനെ കുറ്റക്കാരനാക്കാൻ വന്നിരിക്കുക. അപ്പോൾ യശോദയൊന്ന് പൊക്കും. എന്താ? അടിയുടെ ഊക്ക് പറയാൻ വേണ്ടിയിട്ട്. അമ്മയുടെ മകനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവർ വന്നിരിക്കുക. സ്വന്തം മകൻ കള്ളനായിട്ട് മറച്ചു വെച്ചിരിക്കുന്ന ഇവരാണ് പെരുങ്കള്ളി. മനസ്സിലായില്ലേ? അപ്പം വന്നവർ അതിനേക്കാളും വലിയ ദുഃഖത്തിൽപ്പെട്ടു. ഇവിടെ 2 വാക്ക് നമ്മളൊന്ന് എടുക്കണം. ഒന്ന് ഗോപികമാർ വന്ന് പറയുന്ന പരാതി. എന്താ പറയുന്നത്? കൃഷ്ണൻ വെണ്ണ കട്ടുവു, അല്ലേ? അതാണല്ലോ പരാതി. ഇനി ഭഗവാൻ പറയുന്ന വാക്കെന്താ മറുപടി? കൃഷ്ണൻ കട്ടിട്ടില്ല, കൃഷ്ണൻ കക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതിൽ ഗോപികമാരെ വാക്കിനെ എടുക്കണോ ഭഗവാന്റെ വാക്കിനെ എടുക്കണോ? നമ്മൾ ഏത് വാക്കിനെ എടുക്കണം? ആരുടെ വാക്കിനെ സ്വീകരിക്കണം? നമ്മൾ ഗോപികമാരെ വാക്കിനെ ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഭഗവാനോട് വിശ്വാസമായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഭഗവാനെ വെണ്ണ കട്ട കള്ളാന്ന് നാണവും മാനവും ഇല്ലാതെ വിളിച്ചുകൊണ്ട് നടക്കുന്നത്. ഭഗവാൻ പറയുന്നു ഞാൻ കട്ടിട്ടില്ല. ഭഗവാൻ ഒരിക്കലും കളവ് പറയില്ല. എന്താ ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഭഗവാൻ പറഞ്ഞ കൃത്യമാണ്. നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കുമുള്ള സ്വാതന്ത്ര്യമോ അധികാരമോ ആർക്കും ഉണ്ട്? ആ കുഞ്ഞിനും ഉണ്ട്. നിങ്ങൾ നാളെ ഒരു ഡൈവോഴ്സിനൊരു കേസ് കൊടുത്ത് കോടതി ചെന്ന് നോക്കട്ടെ. കോടതി ചോദിക്കുക എത്ര മക്കളുണ്ട്? മക്കൾക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുക്കാൻ ആദ്യം പറയില്ലേ? എന്താ കാരണം? നിങ്ങൾക്കുള്ളതുപോലെ അവകാശം നിങ്ങളിലൂടെ ജന്മമെടുത്ത കുഞ്ഞിനുണ്ട്. അപ്പോൾ ആ വീട്ടിൽ വെണ്ണയെടുക്കാൻ കയറിയപ്പോൾ ആ വീട്ടിലെ കുട്ടിയെ കൊണ്ടല്ലേ കയറിയത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ വീട്ടിലെ കുഞ്ഞിന് ആ വീട്ടിൽ അധികാരമുണ്ട്. അവൻ്റെ കൂട്ടുകാരായിട്ടാണ് ഇവർ കയറിയത്, ശത്രുവായിട്ടല്ല, മോഷ്ടാക്കളായിട്ടല്ല. ആ വീട്ടിൽ അവകാശമുള്ളവൻ്റെ സുഹൃത്തായിട്ട് കയറി. അവകാശമുള്ള ആളിൻ്റെ സുഹൃത്തായി കയറി അവകാശമുള്ള ആൾ കൂടെ നിന്ന് ചെയ്യിപ്പിക്കുന്നത് കളവാണോ? പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതൊരിക്കലും കളവല്ല. ഇനി നമ്മളൊന്ന് നോക്കിയാലോ, ലോകത്തിലെ ആദ്യത്തെ ബാലാവകാശത്തിന് വേണ്ടി വാദിച്ച ആൾ കൃഷ്ണനാണെന്ന് തോന്നും.
മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങൾക്ക് കുടുംബത്ത് അവകാശമുണ്ടെന്ന് ആദ്യം തന്നെ വാദിച്ച ആളാണ് ഭഗവാൻ. അതുകൊണ്ടല്ലേ പറഞ്ഞേ നിങ്ങൾക്കുള്ളത് കണക്ക് അധികാരം കുഞ്ഞിനുമുണ്ട്. ഇത് അവർക്കറിയാം, എന്നിട്ട് മറച്ചു വെച്ചുകൊണ്ടാണ്. എന്തിനാ ഗോപികമാർ ഇത് വന്ന് ഇങ്ങനെ പറയുന്നത്? അവരെ കുഞ്ഞുങ്ങളുണ്ടെന്നും അറിയാം കൂട്ടത്തിൽ, പക്ഷേ വന്ന് പറയുന്നതിനാ ഈ എല്ലാ കുസൃതി കാണിച്ചും നടക്കുന്ന കൃഷ്ണൻ ആരുടെയെങ്കിലും മുന്നിൽ ഒന്ന് ചുണുങ്ങി, ഒന്ന് കരഞ്ഞ്, ഒന്ന് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, കുരുത്തക്കേടില്ലാതെ നിൽക്കുന്ന ആരുടെ മുന്നിലാ? യശോദയുടെ മുമ്പിൽ മാത്രമാണ്. മനസ്സിലായില്ലേ? യശോദയ്ക്ക് ദേഷ്യം വന്നാൽ കൃഷ്ണൻ ഒതുങ്ങും. യശോദയുടെ മുഖം ഒന്ന് ഇരുണ്ട് കഴിഞ്ഞാൽ കൃഷ്ണൻ അപ്പോഴേ മൂലയ്ക്ക് കയറും. അപ്പോൾ യശോദയുടെ മുമ്പിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഈ കുരുത്തക്കേടൊക്കെ മാറ്റി വെച്ച് അങ്ങനെ ആ കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടില്ലേ, കുഞ്ഞുങ്ങളൊക്കെ പിണങ്ങി നിൽക്കുമ്പോൾ അവരെ മുഖം കാണാനൊരു പ്രത്യേക രസമാണ് അല്ലേ? മുതിർന്നവർ പിണങ്ങുന്ന കണക്കല്ല. മുതിർന്നവർ പിണങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും മടൽ വെട്ടി അടിക്കാമെന്ന്. പക്ഷേ കുഞ്ഞുങ്ങളെ പിണക്കം കാണുമ്പോൾ അവരുടെ മുഖമൊക്കെ അവരൊരു പ്രത്യേക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ നോക്കും, ഇടയിൽ കൂടെ നോക്കും, പിണക്കം മാറിയില്ലയോ എന്നൊക്കെ നോക്കും ഇല്ലേ? ആ കുഞ്ഞുങ്ങളുടെ പിണക്കം കാണാൻ ഈ ഗോപികമാർക്കൊരു ഇഷ്ടമാണ്. ആ ഭാവത്തിൽ നിൽക്കുന്ന കൃഷ്ണനെ കാണാനും ഗോപികമാർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ലീല ഗോപികമാർ വന്ന് പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നു ഞാൻ വെണ്ണ എടുത്തിട്ടില്ല. ഇനി ഇതിന് മറ്റു ചില അർത്ഥമുണ്ട്. എന്താ? ഭഗവാൻ പറയുന്നതിനൊരു പരമമായ അർത്ഥമുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എൻ്റേതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതിൻ്റെയും നാഥനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ കാണാതെ എൻ്റേതാണെന്ന് ഓരോ മനുഷ്യനും അവനവൻ്റേതായി മാറ്റിവെക്കുന്നതും യഥാർത്ഥത്തിൽ ആരുടേതാ? ഈശ്വരൻ്റേതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേന എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കാണാതെ നിങ്ങളത് എടുത്തിട്ട് നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് മാറ്റി എവിടെയെങ്കിലും കൊണ്ടുവച്ചു, ഞാൻ വന്ന് ആ ബുക്ക് തിരിച്ചെടുത്തുകൊണ്ട് വന്നാൽ അത് മോഷണമാവുമോ? ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റേതാണ്. അതിൽ നിന്നാണ് ഗോപികമാർ എൻ്റേതാണ്, ഞങ്ങളുടെ വെണ്ണ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ ഭഗവാൻ ബോധിപ്പിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എൻ്റേതാണ്, അതുകൊണ്ട് എന്തും എൻ്റെ കയ്യിലേക്കാണ് വരേണ്ടത്. ഇനിയോ ഗോപികമാരുടെ ഹൃദയമാണ് വെണ്ണ. ഗോപികമാർക്ക് ഭഗവാനോടുള്ള ഭക്തിയാണ് വെണ്ണ. എന്താ ഈ വെണ്ണ ഒരു പ്രോസസ്സിങ് പൊസിഷനിൽ ഉണ്ടാകുന്ന സാധനമല്ലേ? വെണ്ണ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന വെണ്ണയും പാലും തൈരും ഇല്ലേ, നെയ്യും ഒക്കെ. വെണ്ണ എങ്ങനെ ഉണ്ടാവുന്നതാ? പാലിൽ നിന്ന് തൈരാക്കി, തൈരിനെ കടഞ്ഞ് വെണ്ണയാക്കി, വെണ്ണയിൽ നിന്ന് നെയ്യിലേക്ക് പോകുന്നത് ആണോ അല്ലയോ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ പച്ചയ്ക്കൊരു പാല് വെച്ച് കഴിഞ്ഞാൽ പാലിൽ വെണ്ണയുണ്ടെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ സമ്മതിക്കാൻ പറ്റുമോ? പാലിൽ നെയ്യുണ്ടെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ സമ്മതിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പാലെടുത്ത് ഈ വിളക്കിലൊഴിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? എന്താ ഒഴിച്ചാൽ സംഭവിക്കുന്നത്? വിളക്കണഞ്ഞു പോവും. എന്നാൽ അതിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുത്ത അതിൽ തന്നെയുള്ള വസ്തുവായ നെയ്യെടുത്ത് നിങ്ങൾ ഇതിലൊഴിച്ചാലോ അണഞ്ഞു പോവുമോ? വെണ്ണയെടുത്ത് ഇതിനകത്ത് വെച്ചാലോ അണയില്ല. വെണ്ണ ഉരുകി അത് നെയ്യായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആന്തരികമായി ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന പരമമായ വസ്തുവിനെ പുറത്തു കൊണ്ടുവന്ന് അതിനെ ആത്മഭാവത്തിൽ കാണുവാൻ പഠിപ്പിക്കുന്നതാണ് നെയ്യും വെണ്ണയും. മനസ്സിലാവുന്നുണ്ടോ? അതിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്തു? അവിടെ പാലിന് വേറൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ പാലിൽ വെള്ളം ചേർത്ത് നോക്കേ, വേർതിരിക്കാൻ പറ്റാത്ത കണക്കത് മിക്സിംഗ് ആയി മാറും ഇല്ലേ? ഇനി പാലിൽ നിന്നെടുക്കുന്ന വെണ്ണ നിങ്ങൾ വെള്ളത്തിലിട്ട് നോക്കേ, വെള്ളമായിട്ട് കലങ്ങുമോ? ചേരുമോ? ചേരില്ല എന്ന് മാത്രമല്ല, വെണ്ണ പാലിന് മുകളിൽ വന്ന് ഉയർന്നു നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെയാണ് ഭഗവാനിലേക്ക് മനസ്സ് സമർപ്പിച്ചാൽ, ഭഗവാനിലേക്കുള്ള പ്രേമമുണ്ടായാൽ, ഭക്തിയുണ്ടായാൽ, മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഹൃദയം അത് ഉയർന്നു നിൽക്കും. ആരിലേക്ക്? ഈശ്വരനിലേക്ക് ഉയർന്നു നിൽക്കും. അത് പാലിനെ പോലെ മറ്റ് വിഷയങ്ങളിലേക്ക് കലങ്ങിച്ചേരാതെ, മനസ്സിലാവുന്നുണ്ടോ? അത് ഒന്നിലേക്കും ചേരാതെ, ഒരു ഭൗതികമായ മോഹങ്ങളിലേക്കും പോകാതെ അത് ആരിലേക്ക് ചേരും? ഭഗവാനിലേക്ക്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ഇനി എന്തിനാ ഈ കലം പൊട്ടിക്കുന്നത്? എനിക്ക് നിങ്ങളുടെ ശരീരത്തിനോട് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഒരു ഗോപികയെ വിവാഹം കഴിക്കാഞ്ഞത്. അവിടെ ഭഗവാന്റെ പ്രേമം ശാരീരിക പ്രേമമായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഈ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് വെണ്ണയിരുന്ന കലം പൊട്ടിക്കഴിഞ്ഞാൽ ദേഹാഭിമാനം, അതായത് വെണ്ണയിരുത്തിയിരിക്കുന്ന ആ ആരൂഢമാകുന്ന ശരീരമല്ലേ ആ കുടം, അത് ഞാൻ ഉടച്ചു കളയുന്നു. പകരം ഉള്ളിലിരിക്കുന്ന ആ ഭക്തിയാകുന്ന ഹൃദയത്തെ താൻ സ്വീകരിക്കുന്നു എന്ന് കാണിച്ച് ഗോപികമാരുടെ ആ പ്രണയത്തിന് ഭഗവാൻ ഉന്നതമായ